Meet the Editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് 6 ദിവസം പിന്നിടുകയാണ്. മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ ഇതുവരെ ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയില്ല. ഗംഗാവലി പുഴയിലും സമാന്തരമായ തിരച്ചിൽ നടത്തുകയാണെന്ന് പറയുന്നു. ഇന്നുച്ചയ്ക്കാണ് ബൽഗാവിൽ നിന്ന് സൈന്യം എത്തിയത്. തിരച്ചിൽ സൈന്യത്തെയും NDRFനെയും ഏൽപ്പിച്ച് ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടിലാണിപ്പോൾ കർണാടക സർക്കാർ. 98% മണ്ണ് മാറ്റിയെന്ന് റവന്യൂ മന്ത്രി പറയുമ്പോഴും അപകടമുണ്ടായ സ്ഥലത്തിനിയും പകുതിയോളം മണ്ണ് മാറ്റാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്യാധുനിക റഡാറുകൾ നാളെ എത്തിക്കുമെന്നാണ് സൈന്യം പറയുന്നത്. നേരം ഇരുട്ടിയതോടെ മണ്ണ് മാറ്റുന്നത് നിർത്തിവെച്ചു. ആദ്യ ദിവസങ്ങളിലുണ്ടായ അലംഭാവം തന്നെയാണ് കാര്യങ്ങൾ ഇത്ര സങ്കീർണമാക്കിയത്. ഇനിയും എന്തു പ്രതീക്ഷയാണ് ബാക്കി വയ്ക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇനിയുള്ളത്. അർജുൻ എവിടെയെന്ന കുടുംബത്തിന്റെ ചോദ്യത്തിന് ആരുത്തരം നൽകും? മധ്യം ഷിരൂരിൽ നിന്നും AK അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, ആരുത്തരം നൽകും അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് എന്ന് ചോദിക്കുമ്പോൾ സൈന്യം ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അർജുൻ്റെ കുടുംബത്തിന്. പക്ഷേ ഇന്ന് സൈന്യം പക്ഷേ എത്തിയത് വേണ്ട സംവിധാനങ്ങളില്ലാതെ. നാളെ എല്ലാ സംവിധാനങ്ങളുമായി നാളെ വരാം എന്ന് പറഞ്ഞാണ് സൈന്യം പോയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇന്നത്തെ തിരച്ചിൽ അഭിലാഷ്? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് നമ്മൾ കാത്തിരുന്നത്. കാരണം സൈന്യം വരുന്നൊരു സാഹചര്യത്തിൽ ഇതിനൊരു തെരച്ചിൽ, ഈ ദൗത്യത്തിനൊരു ഫലമുണ്ടാവും എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. രാവിലെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ നമുക്ക് കിട്ടിയിരുന്ന ഉത്തരം സൈന്യം രാവിലെ 7 മണിയോടുകൂടി തന്നെ തെരച്ചിലിൽ പങ്കാളിയാകുമെന്നായിരുന്നു. പിന്നീട് അത് 10 മണിയിലേക്ക് എത്തി. പക്ഷേ സൈന്യം എത്തുമ്പോൾ ഏതാണ്ട് 2 മണിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ NDRF അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ സൈന്യം വരുന്നത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മെല്ലെ പോക്ക് നയമായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തെരച്ചിൽ വലിയ തരത്തിൽ ശുഷ്കാന്തി ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഏതായാലും സൈന്യം വന്നതോടുകൂടി കേരളത്തിലെ ദൗത്യ സംഘം അടക്കം ചേർന്നുകൊണ്ട് മണ്ണ് നീക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വേഗം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ വൈകുന്നേരം 7 മണി വരെ 7:15 വരെയാണ് ഈ ദൗത്യം തുടരാൻ കഴിഞ്ഞത്. നേരത്തെയൊക്കെ വലിയ തരത്തിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴൊക്കെ അതിനെ തരണം ചെയ്തെങ്കിലും രാത്രി ഈ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടെന്നുള്ള മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ്, ആ ഒരു മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉച്ചയോടുകൂടിയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ റവന്യൂ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയത്. അതിനുശേഷം റവന്യൂ മിനിസ്റ്റർ കൃത്യമായി പറഞ്ഞു അവിടെ 98% മണ്ണ് ഇതിനകം തന്നെ നീക്കി എന്നുള്ള കാര്യമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഒരു പൊള്ളയായ അവകാശവാദമാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമായിരുന്നു അത്. അതായത് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെ ഏതാണ്ട് 50-55% മണ്ണ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ലോറി ഉണ്ട് എന്ന് കരുതുന്ന ആ ഭാഗത്ത് ഇപ്പോഴും ഏതാണ്ട് 20-22 അടി ഉയരത്തിൽ മണ്ണുണ്ട് എന്ന് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കർണാടക സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പൊള്ളയായ വാഗ്ദാനം ജനങ്ങൾ തിരിച്ചറിയുന്നുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഏതായാലും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ആശയവുമായി വന്ന സൈന്യത്തിൻ്റെ പ്രതികരണമാണ്. സൈന്യം ഒരായുധവുമായി വന്നിട്ടില്ല. അതായത് ആധുനിക ഉപകരണങ്ങളുമായി ഒക്കെ ആയിരുന്നു സൈന്യം വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത്തരത്തിലൊരു ഉപകരണത്തിൻ്റെ സാന്നിധ്യവും ഇല്ലാതെയാണ് അവർ എത്തിയത്. പ്രത്യേകിച്ച് GPR അടക്കമുള്ള സംവിധാനങ്ങൾ അവരുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ അവർ പറഞ്ഞത് 14 മീറ്ററോളം താഴ്ചയിലുള്ള ഇരുമ്പിൻ്റെ കാര്യങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള GPR സംവിധാനവുമായിട്ടായിരിക്കും അവർ വരിക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവർ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം, ഇത്തരത്തിലൊരു പരിശോധന അവിടെ നടത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തത്. അതിനുശേഷം അവർ ഈ GPRന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലത്തെയോടുകൂടി മാത്രമേ ഈ GPR സംവിധാനം ഇവിടെ എത്തൂ എന്നുള്ളതാണ്. അതേസമയം 6 ദിവസം പിന്നിടുമ്പോൾ പോലും അർജുനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള വലിയൊരു ദുഃഖകരമായ ഒരു കാര്യം കൂടി അവിടെ നടക്കുകയും ചെയ്യുകയാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ സൈന്യത്തിൽ ഒരു പ്രതീക്ഷയായിരുന്നു കുടുംബത്തിനും. ഇപ്പോൾ നേരത്തെ എൻ്റെ ചർച്ചയിൽ സഹോദരി അഞ്ജു പ്രതികരിക്കുകയുണ്ടായി. നമ്മൾ നൽകിയ പിന്തുണയിൽ അവർ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതീക്ഷ അറ്റുകൊണ്ടാണ് പ്രതികരണം. ഇനി എന്തെങ്കിലും ആകട്ടെ എന്ന രീതിയിലേക്ക് അവരുടെ നിരാശ ആ രൂപത്തിലായി കഴിഞ്ഞിരിക്കുന്നു. സൈന്യം നിരാശപ്പെടുത്തി പൂർണ്ണമായും, അല്ലേ?
ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ ഇതിപ്പോൾ തികച്ചും അലംഭാവപൂർണമായൊരു സമീപനമാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് സൈന്യത്തിൻ്റെ ഇന്നത്തെ വരവും. അതുതന്നെ എത്ര വൈകിയാണ് സൈന്യം അവിടെ എത്തിയപ്പോൾ തന്നെ വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെ എത്തുക. അവരെന്തിനാണ് അവിടെ എത്തിയത്? ഇന്ന് വന്ന് സ്ഥലമൊക്കെ ഒന്ന് നോക്കിപ്പോയിട്ട് നാളെ ആവശ്യമായ ഉപകരണങ്ങളുമായി വന്ന് തിരച്ചിൽ നടത്താമെന്നാണോ അവർ കരുതിയിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു സേന ഒരു ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും അവരുടെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നിരിക്കണമല്ലോ. നമ്മളുടെ എല്ലാം പ്രതീക്ഷയായിരുന്നല്ലോ സേനയുടെ വരവ് എന്ന് പറയുന്നത്. നോക്കൂ സ്മൃതി, 7 മാസം മുമ്പ് ഇതേപോലെ തന്നെ രാജ്യം നടുങ്ങിയ ഒരു സംഭവം ഉണ്ടായല്ലോ. ഉത്തരകാശിയിലാണ് ആ സംഭവം ഉണ്ടായത്. നമ്മളൊന്നും അത് മറന്നിട്ടില്ലല്ലോ. 41 തൊഴിലാളികളാണ് സിൽക്കിയാര എന്ന് പറയുന്ന സ്ഥലത്തൊരു ടണൽ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണിടിഞ്ഞിട്ട് അതിൽ പെട്ടുപോയത്. 41 തൊഴിലാളികൾ. 7 മാസം മുമ്പാണ്, ഉത്തരകാശിയിലാണ്. 17 ദിവസമാണ് നമ്മൾ എടുത്തത് അവരെ ആ റെസ്ക്യൂ ഓപ്പറേഷന്. 17 ദിവസം കൊണ്ട് ഈ 41 പേരെയും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ആളുകളെല്ലാം കൂടി പുറത്തേക്ക് ആ ടണലിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ 17 ദിവസം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ പ്രദേശത്തേക്ക്, ഈ പറയുന്ന അങ്കോലയിലേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ സർക്കാർ, ആ ഉദ്യോഗസ്ഥർ ഒരു മുൻധാരണയിലാണ് അവിടേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, മണ്ണിടിഞ്ഞിരിക്കുന്നു, ഇതിന് താഴെപ്പെട്ടിരിക്കുന്ന വണ്ടിയിലുള്ള ആൾ ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല, അതുകൊണ്ട് നമുക്ക് സാവധാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഈ വണ്ടി കണ്ടെത്താം എന്നൊരു നിലപാടുമായിട്ടാണ് അവരൊക്കെ അങ്ങോട്ട് വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ജീവിച്ചിരിക്കുന്ന നമുക്ക് മണ്ണിനടിയിൽ പോയിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതാനുള്ള ഒരു അവകാശവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി റിക്കവർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, അത് ആരുടെയും ആയിക്കോട്ടെ, ഡെഡ് ബോഡി റിക്കവർ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾ മരിച്ചു എന്ന് നമ്മൾ ഉറപ്പാക്കുന്നത്. അതുവരെ നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തണം. അല്ലെങ്കിൽ പിന്നെ നാഗരികമായൊരു സമൂഹമാണ് നമ്മൾ, നാഗരികരായ മനുഷ്യരാണ് നമ്മൾ എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? ഞാൻ ഈ 7 മാസം മുമ്പുള്ള ഉദാഹരണമാണ് പറയുന്നതേ. ഉത്തരകാശിയിലെ ഈ സംഭവത്തിൽ 17 ദിവസം എടുത്ത റെസ്ക്യൂ ഓപ്പറേഷനാണ് അല്ലേ. 41 തൊഴിലാളികൾ. ഈ ടണലിൽ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും ഇവരെല്ലാം മരിച്ചിട്ടുണ്ടാവുമെന്ന് അങ്ങ് തീരുമാനിച്ച പിന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ആവശ്യമില്ലല്ലോ. അവിടേക്ക് വലിയ സംവിധാനങ്ങൾ വരുന്നു. നമുക്ക് ഇന്റർനാഷണലി സപ്പോർട്ട് ഉണ്ടായി അല്ലേ ആ സമയത്ത്. അന്താരാഷ്ട്ര പിന്നെ സേനാ വിഭാഗങ്ങൾ പോലും നമ്മളെ പിന്തുണച്ചുകൊണ്ട് എത്തുകയും 17 ദിവസം നീണ്ടുനിന്ന നിരന്തരമായ, രാത്രിയും പകലുമാണ് കേട്ടോ, രാത്രിയും പകലും നിരന്തരം നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരു രക്തസാക്ഷി പോലും ഉണ്ടാകാതെ ഈ 41 പേരെയും പുറത്തേക്ക് കൊണ്ടുവന്നൊരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഒരു സംസ്ഥാനത്താണ് ഈ പറയുന്ന ഇത്രയും അലംഭാവത്തോടുള്ള സമീപനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർ തീരുമാനിച്ചിരിക്കുകയാണെന്നേ, ഇനി there is no scope, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഈ പണിയെടുത്തിട്ട് ഒരു കാര്യവുമില്ല. വളരെ സിമ്പിളായിട്ടല്ലേ ഇന്നലെ വന്ന കേന്ദ്രമന്ത്രി കുമാരസ്വാമി പറഞ്ഞത്, വെയിറ്റ് ഫോർ 1 or 2 days എന്ന് പറഞ്ഞാൽ നിങ്ങളിനിപ്പോൾ 1-2 ദിവസം കൂടി കാത്തിരുന്നാൽ ഞങ്ങളിത് പുറത്തേക്ക് കൊണ്ടുവരാം, പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ മൃതദേഹം നിങ്ങൾക്ക് കൈമാറാമെന്നുള്ള മാനസികാവസ്ഥയാണ്. ഇതേ മാനസികാവസ്ഥയിലാണ് അങ്ങോട്ടേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ സേനയുടെയും ഒക്കെ പെരുമാറ്റം. ഇതൊക്കെ നേരിട്ട് കാണുകയും അതേസമയം പ്രതീക്ഷയോടെ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണല്ലോ രഞ്ജിത്ത് ഇസ്രയേലി. അദ്ദേഹം നമ്മോടൊപ്പം മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഭാഗമാവുകയാണ്, ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. രഞ്ജിത്ത് കേൾക്കാമല്ലോ? രഞ്ജിത്ത് കേൾക്കാമല്ലോ? കട്ടായി പോയി. രഞ്ജിത്ത് ഇന്ന് പകൽ മുഴുവൻ തിരച്ചിൽ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് ഇസ്രയേൽ റവന്യൂ മന്ത്രി കൃഷ്ണയുടെ വാക്കുകൾ ഖണ്ഡിക്കുന്നതാണ്. അതെ, രഞ്ജിത്ത് കേൾക്കാമല്ലോ? രഞ്ജിത്ത് കേൾക്കാമോ? രാവിലെ മുതൽ തിരച്ചിലിന്റെ ക്ഷീണമാണെന്ന് അറിയാം, പക്ഷേ അപ്പോഴും ചില പ്രതികരണങ്ങൾ വരുമ്പോൾ അതൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ 98% കരയിലെ തിരച്ചിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞെടുത്തതെന്നും താങ്കളത് ഖണ്ഡിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയും തിരച്ചിൽ നടത്താത്ത ഒരു വലിയ ഭാഗം മൺകൂനയുണ്ട് എന്നുള്ള കാര്യം താങ്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് അറിയേണ്ടത് സൈന്യം എടുക്കുന്ന നിലപാട് എന്താണ്? സൈന്യം എന്ന ഒരു സംവിധാനവും ഇല്ലാതെ വന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? താങ്കളും സൈന്യത്തിന്റെ വരവിനെ പ്രതീക്ഷിക്കുകയായിരുന്നല്ലോ രഞ്ജിത്ത്. കേട്ടില്ല, വീണ്ടും കോൾ കട്ടായിരിക്കുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. രഞ്ജിത്തിലേക്ക് വരാം. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ സുജയ, രാവിലെ മുതൽ തന്നെ അല്ലേ തെരച്ചിലിന്റെ ഭാഗമായി നിൽക്കുന്നു. സൈന്യം വരുമ്പോൾ സൈന്യത്തോട് ചേർന്നിട്ട് ആ തിരച്ചിൽ. ഇന്നലെ മാഡം നോക്കൂ, ഇന്നലെ നമ്മൾ കാണുന്നത് എന്താണ്? രഞ്ജിത്ത് വരുമ്പോൾ ആദ്യം രഞ്ജിത്തിനെ കടത്തിവിടുന്നതിനായി മനാഫിന് തർക്കിക്കേണ്ടി വരികയാണ്. എന്നിട്ട് മനാഫ് പറയുന്നുണ്ട്, പരിഹാസ രൂപയുടെ ആണെങ്കിൽ പോലും മനാഫിന് അത് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് സേനയോട് വരാൻ പറയണം, അല്ലെങ്കിൽ നിങ്ങളെ കടത്തിവിടില്ല. അത് ആ ഒരു ദയനീയതയിൽ നിന്നുള്ള പ്രതികരണമാണ് ലോറി ഉടമയായ മനാഫ് നടത്തുന്നത്. ഇവിടെ നോക്കൂ, രഞ്ജിത്ത് ഇസ്രയേൽ വന്നതിന് ശേഷം രഞ്ജിത്ത് ആ മുകളിലേക്ക് കയറാൻ, അതായത് അതുവരെ മടിച്ചു നിൽക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ GPR സംവിധാനം
കാരണവുമായി മുകളിലേക്ക് കയറാൻ മടിച്ചു നിന്നവരെയും കൊണ്ടുപോവുകയാണ് രഞ്ജിത്ത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ തെരഞ്ഞിരുന്നത് മറുഭാഗത്താണ്. അവിടെ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കിട്ടേണ്ട ഇടത്തേക്ക് നിങ്ങൾ തെരച്ചിൽ മാറ്റൂ എന്ന് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മാത്രമാണ്. അതിനുശേഷം ഇന്നിപ്പോൾ 7:30 വരെ തെരച്ചിൽ നടത്തുന്നു. പക്ഷേ അതിനിടയിൽ റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ട് IB-യിൽ പോയി പറയുന്നത് എന്താണ്? IB-യിലേക്ക് പോകുന്നുള്ളൂ. ഏകദേശം ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂർ അത്രയും സമയമേ മുഖ്യമന്ത്രിയൊക്കെ അവിടെ ചെലവഴിച്ചിട്ടുള്ളൂ. അത്രയും മതി, ഞങ്ങൾക്കൊന്ന് വന്ന് ഒന്ന് കാണിച്ചിട്ട് പോയാൽ മതി. ആ സമീപനമാണ് മാറേണ്ടത്. മാത്രമല്ല സൈന്യത്തെ വിളിക്കുന്നത് എപ്പോഴാണ്? കുടുംബം പറയുമ്പോൾ മാത്രമാണ്. ഒരു മിനിറ്റ്, രഞ്ജിത്ത് വീണ്ടും ലൈനിൽ വന്നിട്ടുണ്ട്. രഞ്ജിത്ത് കേൾക്കാമല്ലോ? ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനിയും കരയിൽ തിരച്ചിൽ ബാക്കിയുണ്ട് എന്ന് രഞ്ജിത്ത് പറയുന്നു. 98% പൂർത്തിയായെന്ന് റവന്യൂ മന്ത്രി പറയുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് എത്രത്തോളം മുഖവിലക്കെടുക്കും സൈന്യം? നാളെ കരയിൽ തിരച്ചിലുണ്ടോ രഞ്ജിത്ത്? നാളെ തീർച്ചയായിട്ടും കരയിൽ തന്നെ ഇടാൻ വേണ്ടി ഇപ്പോഴും ഒരു മെസ്സേജ് വന്നേ ഉള്ളൂ. NDRFിൻ്റെ CEO ആയിട്ടുള്ള ത്രിവേദി സാറിൻ്റെ നാളെ കരയിൽ ചേർച്ച ചെയ്യാനുള്ള 1.5 മെഷീൻസ് IRB-ലോ ഓപ്പറേറ്റേഴ്സ് എന്ന് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ലഭ്യമാണ്. നാളെ 6:30 എത്തിക്കണം എന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈന്യത്തിൻ്റെ റഡാർ അത് കരയിൽ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. അത് നാളെ ഉച്ചയോടെ എത്തും. അപ്പോൾ നാളെ ഈ 99% എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിഗമനമായിരിക്കും, അത് എൻ്റെ നിഗമനമല്ലത്. അത് ഇവിടെ നിന്ന് നിങ്ങളെ മാധ്യമപ്രവർത്തകരെ കാണാം. ഒരു 95% മാറില്ല. നമ്മളത് അത്രയും ഹ്യൂജ് ഡെബ്രിസാണത്. അത് ഈ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുണ്ടാകുന്ന ബോൾഡേഴ്സ്, ഹെവി ആയിട്ടുള്ള ബോൾഡേഴ്സ് കിടക്കുന്നത്, അത് പൊട്ടിക്കാനുള്ള മെഷീൻസ് ഈ ഈവനിങ്ങാണ് എത്തിച്ചത്. ഈ ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയുണ്ട്. ഇതെല്ലാം ഇത് രക്ഷാപ്പെടുന്ന പ്രതികൂലമായിട്ട് ശരിക്കും ബാധിക്കുന്നുണ്ടത്. ഈ ഒന്നാമത്തെ കാര്യം, ഈ എന്തുകൊണ്ടാണ് ലാൻഡ് സെർച്ചിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ശരി വെക്കുന്നുണ്ട് NDRFിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ CEO ചാർജ്, ആർമിയിൽ നിന്ന് വന്ന അഭിഷേക് സാർ ഉത്തരാഖണ്ഡുള്ള ആ CEO സാറ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിക്ടിമിൻ്റെ ഫോൺ ഈ 2 ദിവസം പിന്നീട് 2 ദിവസം അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പുഴയിലേക്ക് പോയ ഒരു വെഹിക്കിളാണെങ്കിൽ, ആ ഒരു ട്രക്ക് പുഴയിലേക്ക് പോയിരുന്നെങ്കിൽ അത് എൻറ്റയർലി അത് തകർന്നാണ് പോയിരിക്കുന്നത്. കാരണം ഒരു സ്മൂത്തായിട്ട് ഒരിക്കലും പോകത്തില്ല. അത്ര ആ ഒരു ഏരിയയിൽ നിന്ന് നീങ്ങി അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു അത് മൊബൈലൊക്കെ. രഞ്ജിത്തിന്റെ ഒരു സംശയം, സൈന്യം ഇന്ന് വന്നത് വേണ്ടത്ര തിരച്ചിൽ സംവിധാനങ്ങൾ ഇല്ലാതെയാണോ? രഞ്ജിത്ത്, ഇന്ന് സൈന്യം എത്തിയത് വേണ്ടത്ര സംവിധാനങ്ങളില്ലാതെയാണോ? ഇപ്പോൾ നാളെ GPR-ഉമായി എത്താം എന്ന് പറഞ്ഞ് സൈന്യം പോവുകയാണ്. അപ്പോൾ അതിലൊരു നിരാശ അവരുടെ ബന്ധുക്കൾക്കടക്കമുണ്ട്. എന്താണ് രഞ്ജിത്തിന് തോന്നൽ? വന്ന ഉടനെ സാറായിട്ട് ഈ സ്ഥലം ബ്രീഫ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് പോയിരുന്നു. ഒരു എക്യുപ്മെൻറ്റ്സ് ഇപ്പം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നാളെ റഡാർ എത്തിക്കുന്നതാണ്. GPR അല്ല, ഹൈ പെൻട്രേറ്റിംഗ് പോലുള്ള റഡാർ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ റഡാർ തന്നെ കൊണ്ടുവരുമെന്നാണ് സാർ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കാരണം നിയറസ്റ്റ് എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡബ്ലിൻ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഉച്ചയ്ക്ക് മുമ്പേ അല്ലെങ്കിൽ രാവിലെ തന്നെ കൊണ്ട് എത്തിക്കുന്ന സാർ പറയുന്നത്. നമുക്ക് അത്രയും ഹൈ പെൻട്രേറ്റിംഗ് പവറുള്ള റഡാർ ഉണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ പണി വരുന്നത്. നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ശ്രീ രഞ്ജിത്ത്, നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേനയ്ക്ക് ഈ ടെറൈനെ സംബന്ധിച്ച് അറിവില്ലായ്മ ഉണ്ടാകേണ്ടതില്ല, ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് അറിവില്ലായ്മ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ അവർ വേണ്ടത്ര മുൻകരുതലുമായി തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അത് നാളത്തേക്ക് മാറ്റിവെക്കാവുന്ന ഒരു പ്രക്രിയ അല്ലല്ലോ. താങ്കൾ ഒരു രക്ഷാപ്രവർത്തകനാണല്ലോ, താങ്കൾ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണല്ലോ. ഇങ്ങനെയാണോ ഒരു സേന? അതാണ് ചോദ്യം. സേനയുടെ ഭാഗത്തൊരു അലംഭാവം ഉണ്ടായോ? എനിക്ക് ഇന്ത്യൻ ആർമിയെ കുറ്റപ്പെടുത്തി ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ എന്നും അവരാണ് എനിക്ക് ആദ്യമേ അവർ വഴിയാണ് ഞാൻ ഫീൽഡിലേക്ക്, അവർ ട്രെയിനിങ് വഴിയാണ് ഞാൻ റെസ്ക്യൂ ഫീൽഡിലേക്ക് തന്നെ പിന്നീട് മാറുന്നത് തന്നെ. കാശ്മീരിലൊരു മൗണ്ടറിങ് ട്രെയിനിങ്ങാണ് എൻ്റെ ബേസിക്കായിട്ട് വരുന്നത് തന്നെ. സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ ഫസ്റ്റ് പിന്നെയാണ് വാട്ടർ ട്രെയിനിങ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ആർമിക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ട കളക്ടറിനോട് വന്ന ദിവസം തന്നെ ആവശ്യപ്പെട്ടത് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് യൂണിറ്റിനാണ് ആവശ്യം. MEG പോലത്തെ എഞ്ചിനീയറിംഗ് ആണ് ഇത് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്, ഡിസാസ്റ്റർ ആയിട്ടുള്ള സംഭവം. അപ്പം മറാത്ത ഇൻഫൻട്രി യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് യൂണിറ്റാണ് സാധാരണ കൂടുതൽ ഈ ഡിസാസ്റ്റർ ഈ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഹെവി കൊളാപ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
പിന്നെ രഞ്ജിത്ത് നാളെ നടക്കാൻ പോകുന്ന പരിശോധനയെ കുറിച്ചുള്ള വിവരങ്ങളാണ് രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞ റഡാർ സംവിധാനം, അതായത് ഈ ബെഡ്റോക്ക്, നമ്മൾ നേരത്തെ കണ്ട NIT-യിലെ സംഘം ഉപയോഗിച്ചത് വെറും 2.5 അടി മാത്രം താഴേക്കുള്ള സിഗ്നൽസ് കിട്ടുന്ന റഡാറാണ്, GPR ആണ് ഉപയോഗിച്ചത്. പക്ഷേ ആർമി കൊണ്ടുവരാൻ പോകുന്നത് ഒരു 20 മീറ്റർ മുതൽ 40 മീറ്റർ വരെ ലോങ് ആയിട്ടുള്ള ഒരു പെനട്രേഷൻ ഉള്ള റഡാർ സംവിധാനമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ലേ? ഒരു ഹൈ ക്വാളിറ്റി ഹൈ പെനിട്രേറ്റിംഗ് റഡാണ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ പിന്നെ എത്ര ഫാസ്റ്റായിട്ട്, കാരണം നമുക്ക് പെട്ടെന്ന് ലൊക്കേഷൻ കിട്ടും. പിന്നെ അവിടെ മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇപ്പോൾ GPR എന്നിട്ട് GPR സ്ഥലത്ത് നോക്കി, അത് കിട്ടുന്നില്ല. അതിൻ്റെ അടി ഈ അവർ അപ്പോഴേ നമ്മൾ GPR ലൊക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ അത് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ എന്നല്ല, മെറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ റോക്ക് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് റോക്ക് സ്ട്രക്ചർ ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല, മെറ്റൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അവിടെ നിന്ന് ഫുൾ അത് ഡെബ്രിസ് നീക്കിയിട്ടുണ്ട്. പിന്നീട് ഭാരത് ബെൻസിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് GPS പൊസിഷനിൽ നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ടില്ല, അത് ഡെബ്രിസ് റിമൂവ് ചെയ്തിട്ടില്ല. ആ GPS കാണിച്ചതിൻ്റെ എതിർവശം ഒരു ചായക്കട ഉണ്ടായിരുന്നു, അതിന് പോയിന്റ് ഔട്ട് ചെയ്ത് അവിടുത്തെ ലോക്കൽസ് കുറച്ച് പിക്ചറൊക്കെ കൊണ്ട് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നാളെ എനിക്ക് 95% മൂവ് ആയിട്ടില്ല. ബാക്കിയുള്ള ഡെബ്രിസ് അതിനുള്ള എത്രയും പെട്ടെന്ന് മൂവ് ഔട്ട് ആക്കണം അത്. അപ്പോൾ നാളെ കുറച്ചുകൂടെ മെഷീൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ എതിർവശത്തുള്ള കുറച്ച് ഇവർ മൂവ് ഔട്ട് ആക്കിയിട്ടുണ്ട് ഈ ഡെബ്രിസ് എല്ലാം. അപ്പോൾ അതും അപ്പോഴോടെ ചേർന്ന് കുറച്ച് ഇത് കിടപ്പുണ്ട്, അവിടെ സെർച്ച് ചെയ്യണം. അവിടെ ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ പിക്ചർ ക്ലിയർ ആകത്തുള്ളൂ. ലാൻഡ് സെർച്ച് എന്ന് ഇത് പിക്ചർ ക്ലിയർ ആകത്തുള്ളൂ. കാരണം വാട്ടർ സെർച്ച് ഫസ്റ്റ് ഡേ 1 to day 6 വരെ നടക്കുകയാണ്. ഇന്നും അതിൻ്റെ അകത്ത് ഞാനും ഒരു ഉച്ചയ്ക്ക് ഒരു മെറ്റൽ ആണെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് NDRF CO സാർ വിളിച്ചിട്ട് സാറിൻ്റെ കൂടെ പോയി നോക്കിയപ്പോൾ അതൊരു വുഡ് സ്ട്രക്ചറായിരുന്നു. അപ്പം നദിയിൽ അത് നമ്മുടെ ട്രക്കായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഒബ്ജക്റ്റായിരുന്നു. അപ്പോൾ അത് മാറി നേവിയുടെ ആ സമയത്ത് നേവിയുടെ ഉദ്യോഗസ്ഥർ, നേവിയുടെ ടീം ഇൻക്ലൂഡിങ് ഓഫീസർ ഓരോ ആശയം സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സോണാർ വാട്ടറിൽ ഉപയോഗിക്കുന്ന ആ സിസ്റ്റം വെച്ചാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ട്രക്ക് അങ്ങനെ ഉണ്ടാകുന്ന അതിൻ്റെ പാർട്സ് അതിൻ്റെ എവിടെയെങ്കിലും ആ സോണാറിൽ കിട്ടേണ്ടത് തന്നെയാണ്. മാത്രമല്ല അത് നേവിയോ NDRF വാട്ടർ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം അവർ ഇവിടുന്ന് ആ സംഭവം നടക്കുന്ന സീന്ന് 10 കിലോമീറ്റർ സംതിങ് ഉള്ളൂ. അവരെല്ലാം ഈ ബോട്ടിൽ 1 to up to 6 days അവർ ഈച്ച് ആൻഡ് എവരി കോർണർ അത് വാട്ടറിൽ സെർച്ച് ചെയ്യാണ്. ട്രക്കിൻ്റെ ഒരു സിംഗിൾ പാർട്ട് പോലും വാട്ടറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ട്രക്ക് ഷുഡ് ബി ഇൻ സംവെയർ ഇൻ ദ ലാൻഡ്. അപ്പോൾ അത് അവർ ലാൻഡിനകത്ത് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ആ ഫോൺ റിങ് ചെയ്യുന്ന ഏറ്റവും വലിയ എവിഡൻസാണ്. ഞാൻ നിർദ്ദേശം NDRF-നും കൊടുത്ത് ആർമിക്ക് കൊടുത്ത്. കാരണം നമുക്ക് ഓപ്പറേറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ കൂടുതലും ഡിസ്ട്രിക്ട് കളക്ടറിന് അല്ല ആരെക്കാലും മന്ത്രി വരുന്നവരെക്കാരും MLA-കാരും ബോധിപ്പിക്കാനൊക്കെ ഉള്ളു ഈ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സാണ്. പക്ഷേ ശ്രീ രഞ്ജിത്ത്, താങ്കൾ പറയുന്നു ഇപ്പോഴും പിന്നെ എന്താണ് മണ്ണിൽ തന്നെ ആയിരിക്കും, എന്തായാലും പുഴയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ ടെലിഫോൺ റിങ് ചെയ്തതൊക്കെ അതിൻ്റെ സൂചനകൾ തന്നെയാണ് എന്ന് പറയുമ്പോഴും അവിടുത്തെ റവന്യൂ മന്ത്രി പറയുന്നത് 98% ലാൻഡും അവിടുന്ന് മണ്ണ് നീക്കിക്കഴിഞ്ഞു എന്നാണ്. 98% അവിടുന്ന് നീക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. അതിൻ്റെ അർത്ഥം 2% കൂടിയേ ഇനി സെർച്ച് ചെയ്യാനുള്ളൂ എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ അത്ര വലിയ രീതിയിൽ മണ്ണ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നമ്മളിവിടുന്ന് ഹെലിക്യാമിൽ കാണുന്ന ദൃശ്യങ്ങളിൽ അത്രയധികം വീണ്ടും ധാരാളമായി മണ്ണ് അവിടെ മൂടിക്കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം 98% എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞില്ല, അവരുടെ കാര്യം എന്താവും നമ്മൾ നോക്കുന്നില്ല. കാരണം അലംഭാവം ഫസ്റ്റ് ഡേ തൊട്ട് ഈ അലംഭാവം ഉണ്ടായത് ആയതുകൊണ്ടല്ലേ, സംഗതി ഉള്ളതുകൊണ്ടല്ലേ ഇതൊരു സിവിലിയനാണ് ഞാൻ ഫോഴ്സ് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത്. കാരണം വീട്ടിൽ ഇരുന്നത് ഒരുപാട് താമസിച്ചത്. ഉത്തരാഖണ്ഡിലെ സംഭവം പോലും സിൽക്കെ ടണൽ റെസ്ക്യൂവിലും പിറ്റേ ദിവസം ഞാനോട് ചൈന നേപ്പാൾ ബോർഡറിലുള്ള ആലോചിക്കണം, ഡൽഹിയിൽ നിന്ന് 600 കിലോമീറ്റർ ദൂരമുള്ള ആ സ്ഥലത്ത് സെക്കൻഡ് ഡേ എത്തി. കേരളത്തിനടുത്തുള്ള ഈ സ്ഥലത്ത് നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഞാൻ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സംഭവം അറിയുന്നില്ല എന്താണെന്നുള്ളത്. NDRF ത്രൂ റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്കാണ് എനിക്ക് വരുന്നത്. എന്തെങ്കിലും NDRF ത്രൂ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അങ്ങനെ ഈ ബറ്റാലിയൻ കോൺടാക്ട് ചെയ്യുന്ന സംഭവം നടന്നപ്പോൾ അങ്ങനെ ഞാൻ 5th ഡേയിലാണ് എത്തുന്നത്. ആ സമയത്താണ് ലാൻഡ് ഓപ്പറേഷൻ കളക്ടറോട് ചോദിച്ചു വാങ്ങിയത്. എന്നെ തടസ്സപ്പെടുന്ന കണ്ടല്ലോ, കളക്ടർ ഓർഡർ ഉണ്ടായിട്ടും പലരും തടസ്സപ്പെടുന്നത്. ഞാൻ എൻ്റർ ചെയ്യുന്നത് ഒരു റെസ്ക്യൂ റൗണ്ട് കടന്നു വരാൻ പാടില്ല എന്നൊരു ചിന്താഗതിയാണ്. കളക്ടറിന് ഓർഡർ ഉണ്ട്, ബാക്കിയുള്ള NDRF-ൻ്റെ അവരുടെ ഇതുണ്ട്, ഞാൻ അവരോട് അസിസ്റ്റ് ചെയ്യണം, അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അവരോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ നിർണായകമായ റോൾ എനിക്ക് വഹിക്കാൻ സാധിച്ചു. അപ്പോൾ അതിലൊരു വിശ്വാസം അവർക്ക് എന്നിലുണ്ട്. ഒരുപാട് NDRF ട്രെയിനിങ് എനിക്ക് തന്നിട്ടുണ്ട്. കാരണം ആ ഒരു വിശ്വാസപ്പുറത്തിലാണ് നമ്മളിപ്പം കോർപ്പറേഷനിൽ പോകുന്നത്. NDRF-ൻ്റെ ത്രിവേദി സാർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലം കൈയായിട്ടാണ് സാറിന് നിർത്തുന്നത്. എന്തൊരു നിസ്സാര ഒരു ചെറിയ കാര്യം കൊണ്ടുള്ള സാറ് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്.
അത്രയധികം അവര് വിശ്വാസം നമ്മൾ കൽപ്പിക്കുന്നുണ്ടെന്ന് അർത്ഥം. സാറ് അല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ ഈ വിശ്വാസത്തിൽ ഉത്തരാഖണ്ഡിലെ ഏറ്റവും അധികം സിൽക്കിയാര വിഷയം ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തേ ഉള്ളൂ. അപ്പോൾ താങ്കൾ ആ ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്ത ആള്. ഏതാണ്ട് ഒരു 17 ദിവസം എടുത്ത് 41ഓളം തൊഴിലാളികളെയാണ് റെസ്ക്യൂ ചെയ്ത് അല്ലെ പുറത്തു കൊണ്ടുവന്നത്. നല്ല കാര്യം. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്നറിയോ? എല്ലാ റെസ്ക്യൂ സാറേ വല്ല അതെ, അല്ല രഞ്ജിത്തെ, അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ മനുഷ്യർ മുഴുവൻ ജീവിച്ചിരിപ്പുണ്ട്, അവരെ മുഴുവൻ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് പോകുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത്, ഈ കർണാടകത്തിലെ അധികാരികളെ കാണുന്നത്, അവർ ഇതൊരു ഗോൺ കേസാന്നുള്ള എഴുതി തള്ളിയിട്ട് ആണ് അവരങ്ങോട്ടേക്ക് വരുന്നതും. ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം മുഴുവൻ. ഇനിയിപ്പം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇത് താഴെ കിടക്കുന്ന ആളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തിയാൽ പിന്നെ അതിന് നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്ലിയറിംഗ് ദി ലാൻഡ് എന്നേ പറയാൻ പറ്റൂ. അവിടെ ആ ദേശീയപാത നന്നാക്കിക്കൊണ്ടിരിക്കുകയാണോ അവര്? ഞാൻ വന്നപ്പോഴത്തേക്ക് കണ്ട കാര്യം സത്യം അത് തന്നെയാണ്. എല്ലാ മലയാളികളും വിക്ടിമിൻ്റെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം നേരിട്ട് കണ്ട കാഴ്ചയാണ് ഇതെല്ലാം. ഈ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കളക്ടറുടെ സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ച് ആരൊക്കെ ബോധിപ്പിക്കണം, കളക്ടറെ ബോധിപ്പിക്കണം, അസിസ്റ്റന്റ് കളക്ടറെ ബോധിപ്പിക്കണം, ADM-നെ. എന്നാലും കളക്ടർ ഒരു നല്ല സ്ത്രീയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇടപെട്ട് കളക്ടറിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ എല്ലാ കാര്യങ്ങളും എനിക്ക് മെഷീനറീസ് എല്ലാം വിട്ട് തന്നു. ഫാസ്റ്റായിട്ട് ആ മെഷീനറീസ് ഇങ്ങോട്ട് സൈഡിൽ മൂവ് ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ, അർജുൻ്റെ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ മണ്ണിനടിയിലുണ്ട്, ഈ മണ്ണ് മാറ്റാൻ ഇന്ത്യൻ ആർമിയുടെ സഹായം, ഒരുപാട് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ മണ്ണ് മാറ്റി ഞാൻ ചെന്നപ്പോൾ തന്നെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വന്ന ഉടനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മണ്ണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഇപ്പം നമുക്കൊരു പോയിന്റ് കേട്ടുണ്ട്. ആ പോയിന്റ് വരെ നമുക്ക് റീച്ച് ചെയ്യണം. ആ പോയിന്റോട്ട് റീച്ച് ചെയ്യേണ്ടതുണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാരട്ട റോഡിൽ നിന്ന് 2 മീറ്ററും കൂടെ ഈ ടാരട്ട റോഡ്. ശരി, ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ നാളത്തെ ദിവസം 7ാം ദിവസം നാളത്തെ തിരച്ചിൽ എങ്ങനെയാകും എന്നുള്ളതിനൊരു രൂപരേഖ ഇപ്പോൾ പറയാൻ സാധിക്കുമോ രഞ്ജിത്ത്? ഇപ്പോൾ ഇനി കുറച്ചു ഭാഗം കൂടിയേ നോക്കാനുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. അവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ എത്ര സമയമെടുക്കുന്നതായിരിക്കും? എന്താണ് രഞ്ജിത്തിന്റെ ഈ സമയത്തെ പ്രതീക്ഷ? എന്താണ് അവരുടെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, അർജുൻ്റെ കുടുംബാംഗങ്ങളോട്? എനിക്ക് എന്താണ് അവൾ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് മാക്സിമം. അത് എന്താ പറയേണ്ടത്, മാക്സിമം അത് പോസിബിൾ ആക്കുന്നത്. കാരണം ഈ പെയ്യുന്ന മഴ ഭയങ്കരധികം നമ്മുടെ ഇതിനെ മുന്നോട്ടുള്ള ഇതിനെ ദുർബലമാക്കുന്നുണ്ട്. പിന്നെ ഹെവി ബോൾഡേഴ്സ് കാണപ്പെട്ടു. മുകളിൽ നിന്ന് അത്രയധികം ഹിറ്റാച്ചി പോലും ഹിറ്റാച്ചിയുടെ ഹെവി മെഷീനെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ പിടിച്ചനങ്ങാത്ത ബോൾഡർ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ പൊട്ടിച്ച് മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഒരു നിമിഷം പോലും കളയുന്നില്ല, കഴിക്കാൻ പോലും സമയം കളയുന്നില്ല. ആ സമയം അതിൻ്റെ അപ്പുറവശം കയറിയുന്ന ആ സ്ലൈഡ് ചെയ്യുന്ന വശത്ത് കളക്ടർ അങ്ങോട്ട് വളരെ അത്ര 2-3 പേരെ കയറുന്നുള്ളൂ. NDRF-ൻ്റെതും ഞാനും വേറെ കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കൂടെ. ആ സ്ഥലത്താണ് നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് ബാക്കി ഇടിഞ്ഞ് വീഴുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ ഹിറ്റാച്ചി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് മാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ ഈ ഒരു പാത്ത് ക്ലിയർ കട്ടായിട്ട് തീർത്തിരിക്കണം. നമ്മൾക്ക് ഈ സംശയമുള്ള സ്ഥലം ഇത് ഞാൻ മാത്രം പറയുന്നതല്ലത്. എൻ്റെ ഇത് ശരിവെക്കുന്നത് NDRF ഇന്ത്യ കമാൻഡിങ് ഓഫീസർ ശരിയാക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിൽ സാറായിട്ട് ശരിവെക്കുന്നുണ്ട്. ലാൻഡ് സെർച്ച് ക്ലിയർ ആയിട്ട് നടത്തണം. വാട്ടറിൽ, കാരണം ഞാൻ വീണ്ടും പോയിന്റ് എടുത്ത് പറയാണ്, മൊബൈൽ 2 ദിവസം റിങ് ചെയ്തു. വെള്ളത്തിൽ ലേക്കിലോ അത്രയും ലേക്കിലോ പുഴയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മൊബൈൽ ഡെത്താവും. അത് ബെല്ലടിക്കില്ല. അതുകൊണ്ട് വെഹിക്കിള് ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് ഉറപ്പിച്ച് പറയുന്നത്. കാരണം താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ ഈ മേഖലയിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ റിപ്പോർട്ടർ TV തന്നെ ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് 4ഓളം ദൃക്സാക്ഷികളുമായിട്ട് സുജയും സ്മൃതിയും സംസാരിക്കുകയുണ്ടായി. ആ 4 ദൃക്സാക്ഷികളും ഏറെക്കുറെ ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ആ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ ഈ 4 പേർക്കിടയിലും ഒരു കോമൺ ഒപ്പീനിയനാണുള്ളത് അല്ലേ? അവർ ഒരു പർട്ടിക്കുലർ പോയിന്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൃക്സാക്ഷികളെ അവിടെ എത്തിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വരുന്ന മണൽ എങ്ങോട്ടേക്ക് ഒക്കെ ഈ പറയുന്ന വാഹനത്തെ തള്ളിക്കൊണ്ടു പോകാം എന്നുള്ളൊരു ഗ്രാഫ് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി സെർച്ചിങ് ഈസി ആവില്ലേ? അത്തരത്തിലുള്ള ഈ ദൃക്സാക്ഷികളെ അവിടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെ ഒന്ന് ആ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? അല്ല, ദൃക്സാക്ഷി ലോക്കൽ പീപ്പിൾ കുറച്ച് നമ്മളെ കണക്ട് ചെയ്യുന്നത് നമ്മൾ ആ പാത്ത് കൂടെ തന്നെയാണ് പോകുന്നത്. GPS പിന്നീട് GPS ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു കടയുടെ ഓപ്പോസിറ്റ് ഉള്ളൂ. അതാണ് നമ്മളിപ്പോൾ ഇന്നത് തീരേണ്ടതാണ്. ഈ മഴയൊക്കെ കാരണം
അത് ഈ ബോർഡർ ഇടയ്ക്ക് വന്നാൽ നമുക്ക് സ്റ്റക്കായി പോയി. അത് നാളെ തന്നെ ആ കടയുടെ ഓപ്പോസിറ്റുള്ള ആ സ്ഥലത്ത് തന്നെയാണ് നോക്കുന്നത്, ആ ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കുന്നത്. ഇപ്പോൾ ഒരു റഡാർ സംവിധാനം, ഹൈ പെനിട്രേറ്റിംഗ് റഡാർ ഉണ്ടായിരുന്നു, നമുക്ക് ഈ വിഷയമൊന്നുമില്ല. ഒരു 1-2 മണിക്കൂറുള്ള സമയം ഇത് എപ്പോഴേ ഈ ട്രക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനോട് ടെക്നോളജി കൂടെ ചേരുമ്പോഴത്തേക്കാണ് രഞ്ജിത്ത്, ഈ ഒരു മല ഇടിഞ്ഞ് താഴേക്ക് ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മലയുടെ മുകളിൽ നിന്നുള്ള പാറയൊക്കെ മണ്ണിനൊപ്പം ഈ നദിയിലേക്ക് പതിച്ചിട്ടുണ്ട്. നദിയിലേക്ക് വീണ ടാങ്കറിന്റെ ഈ ഒരു ബുള്ളറ്റ് ഭാഗം അതൊരു ബലൂൺ പോലെ ഒഴുകി പോകുന്നത് കണ്ടുവെന്നാണ് ആ അപകടം നടന്ന സ്ഥലത്തിന് 150 മീറ്റർ ഇപ്പുറത്ത് നിൽക്കുകയായിരുന്ന അഭിലാഷ് നമ്മളോട് പറഞ്ഞത്. അഭിലാഷ് ഇത് നേരിട്ട് കണ്ടയാളാണ്. ഗംഗാവാലി നദിയിലെ വെള്ളം അടിച്ചു കയറുന്നത്, ഒപ്പം അർജുന്റെ ട്രക്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ, ആ ഡ്രൈവർ മരിച്ചു, ആ ടാങ്കർ നീക്കിയിട്ടതും ഇതേ അഭിലാഷ് തന്നെയാണ്. അഭിലാഷൊക്കെ നൽകുന്ന വിവരം എന്ന് പറയുന്നത് എക്സാക്ട് ആ സ്പോട്ടിൽ നടന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. അതനുസരിച്ചാണെങ്കിൽ ഈ മണ്ണ് വീണ് ആ മതിലിനോട് ചേർന്ന്, അല്ലെങ്കിൽ ആ റോഡിന്റെ വെളുത്ത വരയ്ക്ക് അപ്പുറത്തുള്ള ഭാഗത്ത്, ഇപ്പോൾ മണ്ണ് കൂടിക്കിടക്കുന്ന ഭാഗത്ത് ആ ലോറി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ 3 ദൃക്സാക്ഷികൾ, ഒപ്പം അർജുനോട് സംസാരിച്ച 3:30 വരെ അർജുനുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അർജുന്റെ സുഹൃത്തായ ഡ്രൈവർ സമീറും പറയുന്നുണ്ട്. 4 പേരും പറയുന്നത് ഒരേ കാര്യമാണ്. 8:10 അവിടെ അർജുന്റെ വണ്ടി കണ്ടിട്ടുണ്ട് മറ്റൊരു ഡ്രൈവർ, വിനീഷ് എന്ന് പറയുന്ന ഡ്രൈവർ. 8:10 തിരിച്ചു പോകുമ്പോൾ അർജുൻ അതിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. മറ്റ് ഈ 150 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്നയാൾ ഈ മണ്ണിടിച്ചിൽ എങ്ങനെയാണ് ഉണ്ടായത്, നദിയിൽ നിന്ന് വെള്ളം എങ്ങനെയാണ് കയറിയത്, ഒഴുകിപ്പോകുന്നതായി ഈ ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അർജുന്റെ ട്രക്ക് ഈ മലയോട് ചേർന്ന് ഇല്ല എന്ന് റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ദുരന്ത നിവാരണ മേഖലയിലൊക്കെ അത്യാവശ്യം എല്ലായിടത്തും പോയിട്ടുള്ള ഒരാൾ ഉറപ്പിച്ചു പറയുകയാണ് അവിടെ നമ്മൾ തിരയണം. പക്ഷേ റവന്യൂ മന്ത്രിയൊക്കെ ഇത് കൈ കഴുകാനായി പെട്ടെന്ന് നോക്കുന്നത് പോലെ തോന്നുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നോക്കട്ടെ എന്ന് കരുതി അവിടെ നിന്നങ്ങ് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം പോലെയാണ് ഇന്ന് കണ്ടപ്പോൾ തോന്നിയത്. ഈ ദൃക്സാക്ഷി പറഞ്ഞ കാര്യം ഇത്രയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ ഇടത്ത്, ആ മണ്ണ് കൂടി കിടക്കുന്നിടത്ത് ഒരു പക്ഷേ അവിടെ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പൊട്ടിച്ച് നീക്കിയാലേ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി രഞ്ജിത്തിന് തോന്നുന്നില്ലേ അവിടെ എത്തുമ്പോൾ, ആ അടുത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ? തീർച്ചയായിട്ടും നമ്മളത് തന്നെയാണ്, ആ ഒരു ഇതിലേക്ക് തന്നെ പോകുന്നത്. പിന്നെ ലോക്കൽസ് റിപ്പോർട്ട് പ്രകാരം കുറേ ലോക്കൽ എന്നെ സമീപിച്ചായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് മേജർ സാറിൻ്റെ അടുത്ത് പോയി, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് NDRFിൻ്റെ കമാൻഡിങ് ഓഫീസറുടെ അടുത്ത് പോയി. അവർ കറക്റ്റ് ഒരു കടയുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്, ഒരു 3-4 ലോക്കൽസ് വന്നു. ഈ ടാങ്കർ ലോറി ഒഴുകിപ്പോയത് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ടാങ്കർ ലോറി കിട്ടിയിട്ടില്ല, അത് സംതിങ് അത് എന്തോ ഒരു എക്സ്പ്ലോർ വേറെ ഒക്കെ ലോക്കൽസ് വേർപോട്ടെ പറഞ്ഞു, നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മളൊരു ക്ലീൻ ആൻഡ് ചുമ്മാ എന്തെങ്കിലും ഒരു കിളച്ച് മണ്ണ് മാറ്റി വന്നല്ലോ, ഒരു ഡീപ്പ് ആൻഡ് ക്ലീൻ ആൻഡ് വൈഡ് സെർച്ചാണ് നടത്തുന്നത്. ആ സെർച്ച് എന്തെങ്കിലും പ്രയോജനം വേണോ, അല്ല എന്തെങ്കിലും അവിടെ കാട്ടിക്കൂടി ചുമ്മാ മണ്ണ് കൂട്ടി നമ്മൾ പോവുകയല്ല ചെയ്യുന്നത്. ഒരു എക്സാക്റ്റ് അവിടെ ആ ഒരു പോയിന്റ് ചെയ്ത പോയിന്റ് വരെ നമ്മൾ അരിച്ച് പെറുക്കിയാണ് സെർച്ച് ചെയ്യുന്നത്. കറക്റ്റ് സെർച്ചാണ് ചെയ്യുന്നത്. അല്ല, അവിടെ അല്പം മുമ്പ് രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യം ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. താങ്കൾ പറഞ്ഞിരുന്നു ഈ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സ്പോട്ട് ഔട്ട് ചെയ്യാവുന്നതായിരുന്നു ഇത്. നമുക്ക് ആ സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടല്ലോ, അത് താങ്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. അത് എന്തുകൊണ്ട് ഇവിടെ അവൈലബിൾ ആയില്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ സിസ്റ്റം, ഞാൻ ഈ സിൽക്കാര ടണൽ റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് ഒരുപാട് ഏജൻസി കണ്ട്. കാരണം അത് 41 ലൈവായിരുന്നു. കുറേ പ്രധാനമന്ത്രി ഓഫീസിൽ ഇടപെട്ടുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളന്ന് സ്പീഡ് ഔട്ടായി. അന്നൊക്കെ ഒരുപാട് GP കറക്റ്റ് ഇതിനേക്കാൾ ഹൈ പവറുള്ള GP, പിന്നെ ഹൈ പെൻട്രേറ്റിംഗ് പോലുള്ള റഡാർ സിസ്റ്റംസ് ഇതൊക്കെ ഉള്ളതാണ്. DRDOയിൽ നമ്മുടെ ഡിഫൻസിൻ്റെ സിസ്റ്റംസിൻ്റെ എല്ലാത്തിൻ്റെ അകത്ത് ഉള്ളതാണ്. പിന്നെ നൈറ്റ് നമുക്ക് സെർച്ച് ചെയ്യാം, നൈറ്റ് വിഷൻ സിസ്റ്റംസ്. ഇതൊക്കെ ഇങ്ങനത്തെ ഡിസാസ്റ്റർ ഇങ്ങനെ സമയത്താണ് ഇതൊക്കെ വേണ്ടത്, ഉപയോഗിക്കേണ്ടതെല്ലാം. ഒരു രാജ്യത്തിന് ആവശ്യം വരുമ്പോഴത്തേക്കാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടത്. ഇതൊന്നും ഉപയോഗപ്പെട്ടിട്ടില്ല. വളരെ സങ്കടമാണ്. പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജിയോളജിക്കൽ സർവേയുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അവിടെ രാത്രിയിൽ സെർച്ച് പാടില്ല എന്നുള്ളതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, ഒരു മുന്നറിയിപ്പുണ്ടോ? ഈ ജിയോളജിക്കൽ സർവേ ഒക്കെ നമ്മൾ പകൽ മാത്രം സെർച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞത്. GSA എന്നല്ലേ ഉത്തരാഖണ്ഡൊക്കെ 24/7 ആയിരുന്നു. 24/7 ഉത്തരാഖണ്ഡ് 3 ഇൻസിഡൻസ് എടുത്തത് ഇവിടെ 24/7 തന്നെയായിരുന്നു. 2 ടണൽ ഓപ്പറേഷൻ 24 മണിക്കൂറും തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പർട്ടിക്കുലറായിട്ട് കർണാടകയ്ക്ക് മാത്രമായിട്ടൊരു ജിയോളജിക്കൽ സർവേ GSA അങ്ങനെ ഒരിക്കലും, കാരണം ഒരു ഹ്യൂമൻ ഒരു ഇതുണ്ടെങ്കിൽ
രഞ്ജിത്ത്, അതാണ് ഇത് തുടക്കം മുതൽ അതെ തുടക്കം മുതൽ അർജുന്റെ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു. വാച്ച് നോക്കിയിട്ടുള്ള തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വാച്ച് നോക്കി വരാൻ എത്തുന്നതും വൈകിയാണ്. തിരച്ചിൽ വേഗം പൂർത്തിയാക്കി മടങ്ങാനുള്ള ഒരു തിടുക്കവുമാണ്. ഇതാണിപ്പോൾ ഇന്നും കണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ജിയോളജിക്കൽ സർവേയുടെ ഒരു പേര് പറഞ്ഞുകൊണ്ട് മന്ത്രി അത് നടപ്പാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ഇതുമില്ല. ഇത് എമർജൻസി സിറ്റുവേഷനാണ്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറുമാണത്. അത് മാക്സിമം ഒരുപാട് ഇവർ അലംഭാവം കാണിച്ച് ഒരു ഫസ്റ്റ് ഡേ തന്നെ അറിയിച്ചിട്ട് നമുക്ക് ഇത്രയും പാടുപെടത്തില്ലായിരുന്നു. 5ാമത്തെ ദിവസം നമ്മൾ എടുത്തുന്നത് ഫസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം നിൽക്കുന്ന NDRF ഓഫീസ് എൻ്റെ കൂടെ NDRF ത്രിവേദി സാർ എന്ന് പറഞ്ഞാൽ അത്രയധികം ഡെഡിക്കേറ്റഡ് നിൽക്കുന്ന ഓഫീസർ. അത്രയധികം പുള്ളി ഒരു ഊണ് പോലും കഴിക്കാതെ കഴിച്ചിട്ടില്ലെന്ന് എല്ലാവരും പറയാം. പുള്ളി ഒന്നും കഴിച്ചിട്ടില്ല. പുള്ളി അതുപോലെ ഡെഡിക്കേറ്റ്. അർജുൻ്റെ കുടുംബാംഗം രീതി പോലെയാണ് ത്രിവേദി സാറ്, കൂടെ ഉള്ള NDRF ഞാൻ, കൃഷ്ണാസേട്ട്, അങ്ങനെ ഒരു നാല് സംഘമാണ് ഇപ്പോൾ അതിന് മുകളിൽ നിന്ന് പരിശോധിക്കുന്നത്. അവർ അത്രയധികം സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നത്. ഇവർ കർണാടക കാണിച്ചത് തീരെ ഒരു ഒരു വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു ഇതാണ്. അതായത് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായ സമീപനം. രഞ്ജിത്ത്, ഇന്ന് നമ്മൾ 6 ദിവസം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും മണിക്കൂറുകൾ നമ്മൾ അവിടെ കണ്ടത് നിരുത്തരവാദപരമായ സമീപനം തന്നെയാണ്. വഴിയിൽ തെരച്ചിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ. ആദ്യത്തെ ദിവസം നോക്കൂ രഞ്ജിത്ത്, ആദ്യം വന്നത് 2 JCB ആണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും വീണ്ടും കുറേ ആളുകളെ കൊണ്ടൊക്കെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 4 JCB വന്നു. ഇത്രയും ഈ JCBകളൊക്കെ എത്തുന്നത് 19-ാം തീയതി മാത്രമാണ്. അതായത് ഇവിടെ നിന്ന് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് അത്രയും സമ്മർദ്ദം വരുമ്പോൾ മാത്രമാണ് ഒന്ന് തെരയാൻ അവർ തയ്യാറാകുന്നത്. അങ്ങനെയുള്ള ആളുകൾ സൈന്യത്തെ വിളിക്കാൻ തയ്യാറാകുന്നത് ആ കുടുംബം താണു വീണ് അപേക്ഷിക്കുമ്പോൾ മാത്രമാണ്. ഇത്രയുമൊക്കെ കാണിക്കാമോ? മനുഷ്യന്റെ ജീവനോട് ഇത്രയുമേ ഉള്ളൂ അവർക്കൊക്കെ. ഒരു മനുഷ്യനാണ് എന്നതുപോലും ചിന്തിക്കാതെയുള്ള പ്രവൃത്തിയായി പോയില്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു ഞാനിപ്പം ഏറ്റവും സങ്കടകരമായ സിറ്റുവേഷനാണ് ഈ റെസ്ക്യൂ ഫീൽഡ് വന്നതിന് ഏറ്റവും സങ്കടകരമായ സിറ്റുവേഷനാണത്. അത് വെറും ദേശീയ ദുരന്തമല്ല. ദേശീയ ദുരന്തമായിട്ട് ആ കാറ്റഗറി വരുന്നത് ഇത്രയും പേര് ആണ് ലാൻഡിമ്പോൾ ദേശീയ ദുരന്തം വരുന്നത്. പക്ഷേ അതിനേക്കാളും വലിയ വല്ലാത്തൊരു ദുഃഖകരമായി ഈ സമയത്ത് ഇതിൻ്റെ സ്റ്റേറ്റിന് തൊട്ടടുത്ത് കിടക്കുന്ന സംഭവം. ഇതിനേക്കാളും ദൂരമുള്ള സ്ഥലങ്ങളും പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തുടക്കത്തിലെ ഇതുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കാമെന്നുള്ളൊരു ചിന്താഗതി ഉള്ളായിരുന്നു. അത്ര എനിക്കങ്ങനെ മനസ്സ് തോന്നുന്നു. എനിക്കങ്ങനെ ഒരു ഹെവി ബോൾഡറൊന്നും അതിൻ്റെ മണ്ടയ്ക്ക് വീണിട്ടില്ലെങ്കിൽ അതിൻ്റെ അത് ഹെവി തുടക്കത്തിലെ ഒരു ഇതുകൊണ്ട്. കാരണം രക്ഷിക്കപ്പെടാതെ ഇപ്പം ഒരു വലിയൊരു അലംഭാവ അനാസ്ഥ തന്നെയാണ് കാണിച്ചത്. വല്ലാത്തൊരു വേദനയാണത്. അർജുൻ്റെ കുടുംബത്തിൽ എങ്ങനെ അത് പറഞ്ഞ് അറിയിക്കണോ എന്തോന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അടുത്ത് കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. ഈ 24 hours ഈ സമയത്തല്ല, ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം അടുത്ത് തന്നെ ഉണ്ട്. രഞ്ജിത്ത്, സഹോദരിയുടെ പ്രതികരണം അങ്ങേയറ്റം നിരാശയിൽ നിന്നുള്ള പ്രതികരണമാണ് സഹോദരിയിൽ നിന്നുണ്ടായത്. താങ്കൾക്കിപ്പോൾ പറയാൻ പരിമിതിയുണ്ടെന്ന് അറിയാം. പക്ഷേ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ശ്രമം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥലം കാണാൻ വന്ന ഒരു വരവായി പോയത്. സ്ഥലം കാണാൻ എത്തിയ സൈന്യമായിരുന്നു. നാളെ ഞങ്ങൾ ആയുധങ്ങളുമായി എത്താം എന്ന മട്ടിലാണ് അവർ മടങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. നാളെ ഇപ്പോൾ താങ്കൾ പറയുന്ന ഈ കരയിലെ പർട്ടിക്കുലർ പ്രദേശത്തെ തെരച്ചിൽ എത്ര വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ രഞ്ജിത്ത്? നാളെ ഫാസ്റ്റാണ്. നാളെ 7th day ആണ്. എല്ലാ ദിവസവും ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുന്നത്. ഫാസ്റ്റായിട്ട് മൂവ് ഔട്ട് ചെയ്യുന്നത്. ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് JCB ഹിറ്റാച്ചി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് വെള്ളം കയറി വരുന്ന ഓപ്പറേറ്റേഴ്സ് അത് നമ്മൾ ഒരിക്കലും വേണ്ട, അല്ലെങ്കിൽ 1 minute പോലും നിർത്താൻ സമ്മതിക്കുന്നില്ല. ഹിറ്റാച്ചിക്കാരെ കഴിക്കാൻ പാടില്ല, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഞാനും NDRFൻ്റെ സാറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുക എൻ്റെ സഹോദരനാണ് കിടക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. മേരബായി എൻ്റെ ഒരു സഹോദരനാണ് അകത്ത് കിടക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നത് വൈകിട്ട് പോയി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ആണ് മാക്സിമം സ്പീഡ് ഔട്ട് ആക്കുന്നത്. എന്നിട്ടും ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ചെയ്യാമെന്നുള്ള ഞാനൊരു സിവിലിയനാണ്. അറിയാലോ, ഒരു സിവിലിയനാണ്. ഞാൻ ഫോഴ്സ് ചെയ്യാനുള്ള ഒരു ശരി രഞ്ജിത്ത്, ഹ്യൂമാനിറ്റി ബേസ് ചെയ്ത് ഞാൻ വന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് രഞ്ജിത്ത് എന്നുള്ള പേരറിയുന്നത് മനാഫിൽ നിന്നാണ്. മനാഫ് പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ ഈ തിരച്ചിലിനായി മനാഫ് അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഒരു സങ്കീർണമായ സാഹചര്യം കണ്ടിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തിരച്ചിൽ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കളുടെ പേര് കണ്ടെത്തുന്നു, അങ്ങനെ താങ്കളെ ബന്ധപ്പെടുന്നു എന്നൊക്കെയാണ് മനാഫ് പറഞ്ഞത്.
എന്താണ് ഈ രഞ്ജിത്തിനെ കുറിച്ചൊന്ന് ഒന്ന് വിശദീകരിക്കാമോ? താങ്കൾ പറഞ്ഞപ്പോൾ സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് പല കാര്യങ്ങളും പഠിച്ചെടുത്തതെന്ന് താങ്കൾ പറയുന്നു. എന്താണ് ഈ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന പേര്? നിശ്ചയമായും രഞ്ജിത്തിനെ പോലെ സ്വമേധയായി ഇറങ്ങിത്തിരിച്ച് ഇതിൽ എന്താ പറയുക, ഇതിന്റെ ഒരു രക്ഷാദൗത്യം ഏറ്റെടുക്കുന്ന ഒരാളെ കുറിച്ച് അറിയാൻ എല്ലാ മലയാളികൾക്കും നിശ്ചയമായും താല്പര്യം ഉണ്ടാവും. ഒന്ന് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ. തിരുവനന്തപുരം വിതുരയിൽ നിന്നാണ് രഞ്ജിത്ത് വരുന്നത്. കഴിഞ്ഞ ഒരു 10-12 വർഷമായി ഈ പേര് കേൾക്കുന്നുണ്ട്. രഞ്ജിത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു ഞാനൊരു 5 ദുരന്തങ്ങളിലെങ്കിലും രഞ്ജിത്ത് അവിടെ എത്തിയത് കേട്ടിട്ടുണ്ട്. രഞ്ജിത്തിനെ കുറച്ചുകൂടി നമുക്ക്, അതായത് ഇസ്രയേലി എന്ന പേര് വരുന്നതിന്റെ കാര്യം, രഞ്ജിത്ത് ഇസ്രയേൽ എന്ന പേരിന്റെ കാര്യം എന്താണ്? എല്ലാവരും ഒരു ഹോളി നെയിം എന്നേ ഉള്ളൂ. അത്ര ബൈബിളിൽ ഒരു രാജ്യത്തിൻ്റെ പേരല്ല, അത് യഹൂദന്മാർ ക്രിസ്ത്യൻസിന് ഒരു ഹോളി നെയിം വരുന്ന പോലെ അത്രേ ഉള്ളൂ. ജെനിസിസ് എന്ന ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വരുന്ന ഒരു സെലക്റ്റീവായിട്ടുള്ള നെയിമാണ്, അല്ല വേറെ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് റെസ്ക്യൂ ഫീൽഡിലേക്ക് വരുന്നത് ചെറിയത് പിന്നെ കാര്യങ്ങൾ, പിന്നെ ഈ നിലമ്പൂർ കവളപ്പാറ കഴിഞ്ഞോടി പിന്നെ കുറച്ച് അവിടുത്തെ അന്നൊക്കെ അദീല അബ്ദുള്ള സാറൊക്കെ, അത് ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്നു. ഈ അന്ന് സാറൊക്കെ ആലപ്പുഴ ഫ്രണ്ട് കുറവായിട്ട് അങ്ങോട്ട് വിട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം കുറച്ച് സപ്പോർട്ട് കിട്ടി ചില കോഴ്സുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗോപാനാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഈ വാട്ടർ സെർച്ച് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം. പിന്നെ ടണൽ റെസ്ക്യൂ എല്ലാം പോയി നേരിട്ട് ഓപ്പറേറ്റ് ചെയ്ത് പഠിച്ചതാണ്. ഉത്തരാഖണ്ഡിൽ തന്നെ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരുപാട് പേര് മരിച്ചുകൊണ്ട് രക്ഷപ്പെട്ട ചരിത്രങ്ങൾ അതിൻ്റെ അകത്തുള്ളൂ. അത് ഡീപ്പായിട്ട് ഓപ്പറേറ്റ് ഈ ഹൈഡൽ പ്രോജക്റ്റ് ടണൽസും റോഡ് പ്രോജക്റ്റ് ടണൽസ് എല്ലാം. പക്ഷേ കൂടുതൽ ഇത് വളരെ ദുഃഖം ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഒരു സന്തോഷകരമായ അവസ്ഥയല്ല. ഒരു എന്താ അർജുൻ്റെ കുടുംബം അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക്, പെങ്ങൾ അങ്ങനെ അവരെ മാതാപിതാക്കളെ കിടക്കുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരു നിരാശയും വേദനാജനകവും. ഇത്ര അടുത്ത് കിടന്നിട്ട് ഈ ഓടിയെത്താം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുഴപ്പമല്ല, ഞാൻ അറിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒന്നും അറിയുന്നില്ല. ഞാൻ എൻ്റെ NDRFൻ്റെ വഴി അത്ര ഉണ്ടെങ്കിൽ മാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്. കാരണം സിവിലിയനാണ്, സാധാരണ ഒരു പണിക്കാരനാണ് ഞാൻ. പൈസ വാങ്ങി ചെയ്യുന്നതല്ല. ഈ എക്യുപ്മെൻറ്റ്സ് ആണ് കിട്ടുന്ന പൈസ സ്വരൂപക്കൂട്ടി വെച്ച് വാങ്ങിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. ഈ റഡാറും അല്ലെങ്കിൽ നൈറ്റ് വിഷൻ സിസ്റ്റമൊക്കെ വാങ്ങിക്കണമെന്ന് ഉള്ള ഒരു ആഗ്രഹമുള്ള ആളാണ്. ഈ നാടിന് നന്മയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഓപ്പറേഷൻസൊക്കെ ഉണ്ട്. അത് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ്. എനിക്ക് എൻ്റെ വാങ്ങാൻ പറ്റുന്ന ചില എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ NDRFൻ്റെ ഈ സ്ഥലങ്ങൾ എട്ടാൻ ബറ്റാലിയൻ, ഗാസിയാബാദ് UP ബറ്റാലിയനൊക്കെ പോയി കുറേയൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. ആ നോളേജ് അപ്പോൾ അവർക്ക് തന്നെ അതിശയിച്ചിട്ടുണ്ട്. ഈ സിവിലിയൻ വന്ന് ഇങ്ങനെ പഠിച്ചെടുക്കുന്ന അങ്ങനെ ഒരു ഇത്. അപ്പോൾ NDRF ഓഫീസർ ഒരുപാട്, ഇന്ത്യ കമാൻഡൻസ് ഓഫീസർ ഒരുപാട് അധികം ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം അറിഞ്ഞത് തന്നെ. രഞ്ജിത്തിനൊപ്പം ഒരു ടീമുണ്ടോ? അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇപ്പോൾ ഒരു സേവനമായി, അതൊരു താല്പര്യത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്താണ് രഞ്ജിത്തിന്റെ ജോലി? എന്താണ്? എൻ്റെ ചെറിയ കൃഷിയും കാര്യങ്ങളാണ്. ഒരു പ്ലാന്റേഷൻ്റെ ഒരു എസ്റ്റേറ്റ്സ് ഉണ്ട്, അവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ കൃഷിയും ബേസുകൾ, അതായത് ഒരിക്കലും എൻ്റെ മോട്ടിവേഷൻ ചെറുത് ആർമി ഒരു കമാൻഡോ ഓഫീസർ റാങ്കിലേക്ക് എത്തണമെന്ന് പറഞ്ഞ ആഗ്രഹം, ഒരു റാങ്ക്ഡ് ഓഫീസർ എത്തണമെന്ന് പറഞ്ഞ ആഗ്രഹം, കമാൻഡോ സർവീസിലൊക്കെ പോകണം, സ്പെഷ്യൽ ഫോഴ്സിൽ പോകണം ആഗ്രഹം. പക്ഷേ ചെറുതിൽ എനിക്കൊരു ബ്രെയിൻ കാര്യങ്ങൾ ചെറിയ ഫീവറൊക്കെ വന്നായിരുന്നു. അത് ഓവർകം ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ഒരു ഇത് വന്നായിരുന്നു. ഡോക്ടർ മാർത്താണ്ഡ പിള്ള അനന്തപുരി ഹോസ്പിറ്റൽസിലാണ് ചികിത്സ വന്നപ്പോഴത്തെ ആ സമയത്ത് എനിക്ക് മെഡിക്കലി പ്രശ്നമുണ്ട്. പിന്നെ അതിനുശേഷം ഈ അസുഖം റിക്കവർ ചെയ്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം ചെയ്തത്. അതിനുശേഷം ഈ മെൻ്റൽ, ഞാൻ പറഞ്ഞില്ല, ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാളും വേണ്ട മെൻ്റൽ സ്റ്റാൻഡേർഡാണ് വേണ്ടത്. നമ്മൾ തകർക്കുന്ന കാഴ്ചകളായിരിക്കും ഈ പല സ്ഥലങ്ങൾ, പക്ഷേ ദേശീയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മെൻ്റൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് മസിലുണ്ടോ പൊക്കമുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹ്യൂമാനിറ്റി വേണം. എത്ര ഈ സ്ഥലങ്ങളും പെട്ടെന്ന് വന്ന് മഞ്ഞും കാറ്റും ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ തളർന്നു. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ നമ്മൾ ടണൽ ഓപ്പറേഷൻ തണുപ്പെന്ന് പറഞ്ഞാൽ -3, -5 അങ്ങനെയൊക്കെ ഇതായിരുന്നു. അപ്പോഴത്തേക്ക് ആ ഒരു നമ്മൾ 17 ദിവസം മാറി നിന്നില്ല, ഇപ്പോൾ തിരിച്ചു പോകുന്നില്ല. അതിനുശേഷം ഒരുപാട് വിട്ടുപോയവരുണ്ട്, ആ സ്റ്റേറ്റുള്ളവർ തന്നെ വിട്ടുപോയവരുണ്ട്. അപ്പോൾ ആ ദിവസം അത്രയും തണുപ്പും സഹിച്ചുകൊണ്ട് അത്രയും കാലാവസ്ഥ അതിജീവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഇതും മൈൻഡ് കുറച്ച് നല്ല. രഞ്ജിത്ത്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വിവരം അവിടുത്തെ ലാൻഡ് സ്ലൈഡ് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനോട് റിയാക്ട് ചെയ്യാൻ ഒരു 3 ദിവസം അവിടുത്തെ അധികാരികൾ എടുത്തതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അങ്ങോട്ടേക്ക് പോയാൽ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തം ജീവൻ റിസ്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് ആളുകൾ എത്താതിരുന്നത്. അങ്ങനൊരു സ്ഥലത്തേക്കാണ് താങ്കളെപ്പോലെ ഒരാൾ, ഇവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ള സിൽക്യാരയിലെ ഉത്തരാഖണ്ഡിലേക്ക് ഓപ്പറേഷൻസിൻ്റെയൊക്കെ സ്ഥലത്തേക്ക് സിവിലിയൻ എന്നാണ് അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിക്കുന്നത്, കൂലിപ്പണിക്കാരൻ എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ അതെ, മേഘവിസ്ഫോടനത്തിന് 2013 പോകുന്നുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥ നിശ്ചയമായി അതൊരു വലിയ ഡെഡിക്കേഷൻ. ഒരുപാട് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു 8 ദിവസം മുമ്പാണ് ഇന്ത്യൻ ആർമിയുടെ പ്രശംസാപത്രം ഏറ്റുവാങ്ങുന്നത്. പാങ്ങോട് കേരളത്തിൽ ചുമതലയുള്ള പാങ്ങോട് സ്റ്റേഷൻ കമാൻഡർ എന്ന് ബ്രിഗേഡിയർ സാറിന് ഏറ്റുവാങ്ങുന്നത്. അവർ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ കാരണം അത്രയധികം ആർമി ആ എഴുത്ത് കാണണം. എനിക്ക് 8 കളക്ടർമാരുടെ പ്രശംസാപത്രം കിട്ടിയിട്ടുണ്ട് പല ചേരുള്ള.
ഇൻക്ലൂഡിങ് മുതലപ്പൊഴി ആ ദുരന്തം ഇവിടെ വന്നപ്പോൾ, പിന്നെ പെട്ടിമുടി ദേശീയ ദുരന്തം, കവളപ്പാറ ദേശീയ ദുരന്തം, 2018 ഫ്ലഡ്, ഈ 2018 ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്. 8 കളക്ടർമാർ ഇടുന്നതിനേക്കാളും ആ ലെറ്റർ ഒന്ന് വായിക്കേണ്ടത് തന്നെ ഉണ്ട്. അവർ അത്രയധികം ഈ കഴിവിൽ വിശ്വസിക്കും, അത്രയധികം ഇന്ത്യൻ ആർമി തങ്ങളുടെ കഴിവിൽ അത് അഭിമാനിക്കുമെന്നും അത്രയധികം നിങ്ങളുടെ ഡെഡിക്കേഷനിലും അത് നിങ്ങൾക്ക് നന്ദി പറയാം. അത് ഒരു 4 സ്റ്റാൻഡ്സായിട്ട് വലിയ ഡീപ്പായിട്ടുള്ള ഒരു പ്രശംസ പത്രം തന്നിരിക്കുക. വെറും 10 ദിവസമാണ് എനിക്ക് ലെറ്റർ കിട്ടിയത്. ഞാൻ പാങ്ങോട് അവിടുന്ന് സ്റ്റേഷനിൽ നിന്നാണ് ഞാനത് വാങ്ങിയത്. ഞാൻ ബ്രിഗേഡിയർ സാറിന് വാങ്ങിയത്. അതുമാത്രമല്ല ഒരുപാട് പ്രതിരോധ വിദഗ്ധരായ കേണൽ ഡിന്നി സാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് നിശ്ചയമായും ഇത്തരം സന്ദർഭങ്ങളിലേക്കൊക്കെ പോകുന്ന രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്തിന്റെ ഒരു ഏറ്റവും വലിയ പിന്തുണ രഞ്ജിത്തിന്റെ കുടുംബമായിരിക്കും അല്ലേ? അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ. എന്താണ് രഞ്ജിത്തിന്റെ കുടുംബത്താരൊക്കെയാണുള്ളത്? ഇല്ല, പപ്പായും അമ്മയുണ്ട്. ചേട്ടനും ചേച്ചിയുണ്ട്. അവർ അബ്രോഡാണ്. ചേട്ടൻ യൂറോപ്പിലും, ചേച്ചി അവരെല്ലാം കല്യാണം കഴിച്ച് പുറത്ത് സെറ്റിൽഡാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വിസയെ കൊണ്ടുവന്നാണ് ഈ പുറത്തേക്ക് പോകാൻ വേണ്ടിയൊക്കെ. നല്ല പോയി ജോലി എന്നാ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് രാജ്യസേവനം കരുതി ഞാനെല്ലാം റിജക്റ്റ് ചെയ്തു. അപ്പം കുറേ കല്യാണമൊക്കെ മുടങ്ങി എൻ്റെ. അപ്പം ഈ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് ആരും കല്യാണം വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ പോലും വരാതായി. കാരണം ഞാനിങ്ങനെ രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേഷൻ നടക്കുന്നു പോയി, അല്ലെങ്കിൽ റിക്കവറി സമയത്ത് ബോഡി എടുക്കുന്നു, ഇത്രയധികം ഡേഞ്ചറസ് ഓപ്പറേഷൻ ചെയ്യുന്നു. എല്ലാവരും വീട്ടിൽ കളക്ടർ അങ്ങനെ മിനിസ്റ്റർ എല്ലാം വീട്ടിൽ വന്ന് അനുഭവിച്ചു. സിൽക്ക് കെയർ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഒരുപാട് അനുമോദനങ്ങൾ വന്ന്, ഒരുപാട് മെഡൽസും കാര്യങ്ങളും, ഒരുപാട് കമൻഡേഷൻ ലെറ്റർ, ഒരുപാട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അത്രയധികം കളക്ടർമാരെ 8-10 കളക്ടർമാരെ ഉണ്ട്. അതുപോലെ തന്നെ ഫോഴ്സുകൾ ഒരുപാട് പ്രശംസ പത്രങ്ങളും കയ്യിൽ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പോൾ അവർ എല്ലാവരും നോക്കുന്നത് എന്താണെന്നറിയാം, ഇതൊരു അങ്ങനെയില്ല. ഇതിപ്പോൾ എന്നെ കല്യാണം വരെ ഒരുപാട് മുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു വീട്ടിൽ വെറുതെ പറഞ്ഞല്ലോ 10-200 കല്യാണം, ഒരുപാട് പൈസ വീട്ടിൽ അങ്ങോട്ടും ഈ മാട്രിമോണി വഴി കൊടുത്തിട്ടൊക്കെ ഒന്നും നടന്നിട്ടില്ല. ഞാനിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈ സ്പെഷ്യൽ ടാസ്കുകൾ അല്ല ഈ അഡ്വാൻസ് മിഷൻസ് ഏറ്റെടുത്ത് അങ്ങോട്ട് തന്നെ പോയി ഞാൻ ചെയ്യും. ഒന്നെങ്കിൽ ഞാൻ സ്വയം ഇറങ്ങും, അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് വിളിക്കും. ഞാൻ എന്തായാലും അത് മാക്സിമം എല്ലാ ദൗത്യങ്ങളും അത് റെസ്ക്യൂ മാൻ റിക്കവറി എല്ലാം വിജയത്തോടാണ് ഞാൻ ചെയ്ത് തീർക്കുന്നത്. എനിക്ക് വളരെയധികം ഈ സംഭവം വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇത് ഒരുപാട് എത്താൻ ഞാൻ വൈകിപ്പോയി. ഞാൻ എൻ്റെ കുറ്റമല്ല, ഞാൻ അറിഞ്ഞു വന്നത് വളരെ താമസിച്ചു. ഇത് ഒരു ഹൈഡ് ഔട്ടായിട്ട് വെച്ചത് NDRFന് പോലും പിന്നീടാണത് കിട്ടി. എങ്ങനെ ഞാൻ അറിഞ്ഞ് ആ വഴിയാണ് വരുന്നത്. ഒരു ഓഫീസറുമായി കോൺടാക്ട് ചെയ്ത് പിന്നെ ഈ ബറ്റാലിയൻ കോൺടാക്ട് ഞാൻ എത്തുന്നത്. ഞാൻ ഇത്രത്തോളം നിരാശയുണ്ടാക്കിയ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടില്ല അല്ലേ? ഇത്രത്തോളം നിരാശയുണ്ടാക്കി അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു സഹകരണം കിട്ടാത്ത വളരെയധികം വളരെയധികം വിഷമമുണ്ട്. അത്രയും ഒരു ലാർജ് ട്രക്ക് 40 ടൺ ലോഡ് ട്രക്ക്, അത് ട്രേസ് അത്ര ഹ്യൂജ് ഡെബ്രിസാണ്. അത്ര വലിയ ലാൻഡ് സൈഡാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ടെക്നോളജി നമുക്ക് ഇല്ലാതായിപ്പോയി. ഇതിനകത്ത് ടെക്നോളജി നമുക്ക് ഇല്ലാതായിപ്പോയി. ഉത്തരാഖണ്ഡ് ടണലിൽ നമുക്ക് ടെക്നോളജിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രില്യൻസും വിത്ത് ടെക്നോളജിയും കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യപ്പോഴത്തേക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അവർ അതിനകത്ത് 5 ഭക്ഷണം ഇട്ട് കൊടുത്ത് വളരെ കൂളായിട്ട് ഒരുപാട് നമുക്ക് പല ഓപ്പറേഷൻസും ചെയ്തപ്പോഴത്തേക്ക്. പക്ഷേ ഇതിൽ നമുക്ക് ടെക്നോളജി വളരെയധികം വീക്കായി പോയി. അത് ട്രക്ക് ട്രേസ് ചെയ്യും. ഞാൻ വന്ന ശേഷം ട്രക്ക് ട്രേസ് ചെയ്ത് ഞാൻ വെച്ച് GPR ഒക്കെ നല്ല നല്ല കുഴി GPR ഒക്കെ ആയിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ബൈ ട്രാവലിംഗിൽ എത്താൻ തട്ട പാടിന് വളരെ ബുദ്ധിമുട്ടാണ്. GPR സംവിധാനം ഞാനും അത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാനത് ആവർത്തിച്ച് അത് കൈകാര്യം ചെയ്യുന്ന NIT ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയായിരുന്നു. അതായത് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറിന്റെ ആന്റിന, അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ കൊണ്ടുവന്ന GPR സംവിധാനം, NIT നിന്ന് കൊണ്ടുവന്ന GPR സംവിധാനം എന്ന് പറയുന്നത് രഞ്ജിത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വെറും 2.5 അടി മാത്രം താഴ്ചയിലുള്ള സിഗ്നലുകൾ കിട്ടുന്ന ഒരു സംവിധാനമാണ് അവിടെ കൊണ്ടുവന്നത്. ഇത്രയും ഡെബ്രി കിടക്കുകയാണ്. 10-20 മീറ്റർ മണ്ണടിഞ്ഞുകൂടിയ പാറക്കല്ലുകളും ഒക്കെയുള്ള ഒരു ഭാഗത്ത് കൊണ്ടുവന്നത് 2.5 അടി മാത്രം താഴെയുള്ള സിഗ്നലുകൾ ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രയോഗിക്കേണ്ട അത്യന്താധുനിക സംവിധാനങ്ങളൊക്കെ ലഭ്യമായ ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു വിഭാഗം വന്നാൽ മതി. ഇൻഫൻട്രി വിഭാഗത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. അതൊക്കെ അലംഭാവമല്ലേ? സർക്കാരാണ് ഇതൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ടത്. കൃത്യമായി ആദ്യ ദിവസം തന്നെ സേനയുടെ സഹായം തേടിയാൽ എന്തോ നാണക്കേടാകുമെന്ന മട്ടിലായിരുന്നു. അതെ, ഫാസ്റ്റാണ് ആദ്യം. ഇത് സേനയൊക്കെ നമുക്ക് ഫോഴ്സ് ഇരിക്കുന്ന രാജ്യത്ത് നമ്മൾ കോമൺ സിറ്റിസിന് വേണ്ടിയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രക്ക് ഡ്രൈവറിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ആ ട്രക്ക് ഡ്രൈവർ അവർ ചെയ്യുന്ന സേവനം വലുതല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ, അവരുടെ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങളും എല്ലാം ഒരു മാറ്റി, അതും ഒരു മനുഷ്യജീവനാണ്. അത് ഹൈലി ഇമ്പോർട്ടൻസ് കൊടുക്കണമായിരുന്നു. നമുക്ക് ഈ ടെക്നോളജി ഇല്ലാത്തതിന് എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാകും. റഡാർ ഇത്രയും DRDO ഒക്കെ സാധനം ഉണ്ട്. ഹൈ പെനിട്രേറ്റിംഗ് റഡാർ, DRDO ഡിഫൻസിനൊക്കെ സാധനം തീർച്ചയായിട്ടും ഉണ്ട്.
ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതായിരുന്നു നമുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എൻ്റെ ട്രിവാൻഡ്രം പുറപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഈ ട്രക്ക് ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ട്രക്കിനടുത്തെത്താവുള്ളൂ. ഇനി എത്ര ലായിൽ അതിൻ്റെ അകത്ത് ഡെബ്രിസ് കിടന്നാൽ പോലും അതിന് നമുക്ക് ട്രക്കിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു റെസ്ക്യൂ ട്യൂബ് അടിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള വിക്ടിമിനെ നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ നമുക്ക് ട്രക്ക് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതൊരു കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം. അല്ലെങ്കിൽ അവിടെ എത്താൻ നമുക്ക് ഇനി എത്ര മണ്ണ് അടിഞ്ഞ് അതിൻ്റെ മുകളിൽ കിടന്നാലും നമുക്കവിടെ എത്താം, ആ ട്രക്കിലോ കറക്റ്റ് ലൊക്കേഷൻ ആണെങ്കിൽ. അത് ഒരു സംശയം വേണ്ട. ഇപ്പം ഈ ട്രക്ക് കണ്ടാൽ തന്നെ എത്ര അടി താഴ്ചയാണെങ്കിൽ എത്ര ഉള്ളിലോട്ട് കിടന്നാലും ആ ട്രക്കിലേക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അത് ഞാൻ ട്രിവാൻഡ്രം പുറപ്പെടുന്ന പറഞ്ഞ പോലെ 100% കോൺഫിഡൻ്റ് ആണ്. കാരണം അങ്ങനത്തെ വർക്ക് തന്നെയാണ് നമ്മൾ പലയിടത്തും ചെയ്തത്. വലിയ കാര്യമാണ്. ഈ പറയുന്ന കർണാടക സർക്കാരോ സേനയോ ഒന്നും തന്നെ നമ്മളോട് കാണിക്കാത്ത വലിയൊരു ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ രഞ്ജിത്ത് ഇസ്രായേൽ നമ്മളോട് പറയുന്നത്, അല്ലേ? രഞ്ജിത്ത് ഇസ്രായേലിന് ഈ പറയുന്ന നാളെ മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുകയാണ്. നമ്മളുടെ എല്ലാ മലയാളികളും വളരെ പ്രതീക്ഷയോടുകൂടി രഞ്ജിത്തിനെ നോക്കിക്കാണുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ റിസൾട്ട്, പക്ഷേ അവിടെ എത്താനും സ്വമേധയായി ഇറങ്ങിത്തിരിക്കുന്നു. അവിടെ എത്തി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു. ഒടുവിൽ എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അവിടുത്തെ MLA അടക്കം അവിടുത്തെ ജില്ലാ ഭരണകൂടവും പിന്നീട് സർക്കാരും തീരുമാനിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആത്മവിശ്വാസം അവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ പ്രവർത്തനങ്ങൾ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ. ഏതായാലും ഈ രാത്രിയിൽ അങ്ങ് വളരെ ക്ഷീണിതനാണെന്നറിയാം. ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് വലിയ നന്ദി. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് രഞ്ജിത്ത്. ഓക്കെ താങ്ക് യു. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഉള്ള തിരച്ചിലിൻ്റെ എന്താ പറയുക, എങ്ങും എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും എല്ലാ മലയാളിയും വളരെ ആകാംക്ഷയോടുകൂടി അവരുടെ വീടുകളിൽ ടെലിവിഷൻ വെച്ച് കാത്തിരിക്കുകയാണ്, അല്ലേ? എന്ന് വെച്ചാൽ അർജുൻ മടങ്ങി വരണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ മലയാളി വീടുകളിലും ഉള്ളത്. തുടർച്ചയായിട്ട് എല്ലാ മാധ്യമങ്ങളും, നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അതത് നിമിഷം ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ തിരോധാനം, നഷ്ടം എന്നൊക്കെ പറയുന്നത് ഓരോ മലയാളി വീടുകളും അവരുടെ ഒരു സ്വന്തം പ്രശ്നമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുജിയ ചില കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കും. കാരണം ഇന്ന് ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ മേഖലയിലൂടെ ഈ അപകടത്തിന് തൊട്ടു മുമ്പ് കടന്നു പോയവർ ചില സാക്ഷ്യപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ഈ അർജുൻ്റെ വണ്ടി കണ്ടവരുണ്ട്, അർജുൻ ആ വാഹനത്തിൽ കിടന്നുറങ്ങുന്നത് കണ്ടവരുണ്ട്. അതിന് അല്പം സമയത്തിന് ശേഷം അപകടമുണ്ടായെന്ന് ഒരാളും രണ്ടാളും അല്ല, കൂടുതൽ പേർ ഒരു വിവരമറിഞ്ഞ് കൂടുതൽ പേർ ബന്ധപ്പെടുകയായിരുന്നു. നമ്മൾ ഈ വാർത്തയും ആ ദൃശ്യങ്ങളും അതിന് മുമ്പുള്ള ആ സ്ഥലം എങ്ങനെയാണ്, മേഖല എങ്ങനെയാണ്, ഇവിടെയാണോ അപകടമുണ്ടായത്, ഇവിടെയാണോ വാഹനം കിടന്നിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായി വന്നിരുന്നു. അതിൻ്റെ ഒരു കൃത്യമായ ചിത്രം സുജയ ഇനി അല്പസമയത്തിനകം നൽകുകയാണ്, അല്ലേ സുജയ? തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്താണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശ ദൃശ്യങ്ങളാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പകർത്തിയ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് വെളിച്ചം മങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള 6:30 കൂടിയുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗമാണിത്. ഇത് ഗംഗാവാലി നദിയാണ്. നദിയിൽ ഇതാ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ അടിഞ്ഞുകൂടിയ മണ്ണിന് താഴെ ഒരുപക്ഷെ ഒരു വാഹനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ കാണാതായ വാഹനങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് അർജുൻ്റെ ലോറി, അതോടൊപ്പം തന്നെ ഒരു ബുള്ളറ്റ് ട്രക്കിൻ്റെ അതിൻ്റെ ടാങ്കർ ലോറിയുടെ ബുള്ളറ്റ് ഒഴികെയുള്ള ഭാഗങ്ങൾ അതും കാണേണ്ടതാണ്. ഇതിപ്പോൾ JCB ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്ന മേഖലയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങി ആ മണ്ണ് മുഴുവൻ അതേ രീതിയിൽ നദിയിലേക്ക് പോയത് എങ്ങനെയാണ് എന്നുള്ള ആ പാത നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 16-ാം തീയതി രാവിലെ 8:45 വലിയ ഒരു ശബ്ദത്തോടെ ഒരു ടാങ്കർ വീഴുന്നതാണ് അവിടെ ആദ്യമായി അവിടെയുള്ള ആളുകൾ കേൾക്കുന്നത്. അതിനുശേഷമാണ് ഈ മണ്ണെല്ലാം ഒലിച്ച് നദിയിലേക്ക് പോകുന്നത്. നദിയിലെ വെള്ളം ഈ ഭാഗത്തേക്ക് കയറി വരുന്നത്, ഇതുപോലെയുള്ള മൺതിട്ട രൂപപ്പെടുന്നത്. മാത്രമല്ല ഈ നദിയുടെ മറുകരയിലുള്ള 3 വീടുകൾ കൂടി ഒലിച്ചു പോയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അവിടെ നിമിഷ നേരം കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ അർജുൻ ആ വാഹനത്തിനുള്ളിൽ ഈ ഭാഗത്ത് എവിടെയോ ഉറക്കത്തിലായിരുന്നിരിക്കാം. നമുക്ക് ഇതൊന്ന് വിശദമായി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും, ഈ ദൃശ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ തെരച്ചിൽ നടക്കുന്ന ഏരിയയാണ്. ഈ തെരച്ചിൽ നടക്കുന്ന ഏരിയയിൽ കൃത്യമായി നമ്മൾ ഈ ഭാഗം, ഈ ടെറൈൻ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഇത്രയും ഭാഗത്താണ് ഇതുവരെ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. JCBകൾ എത്തുന്നതും ഈ മണ്ണെടുത്ത് നീക്കുന്നതും മണ്ണ് ലോറിയിലാക്കി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അടിക്കുന്നതും ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഇത്രയും ഭാഗത്താണ്. ഈ ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ നദിയോട് ചേർന്നുകൊണ്ടുള്ള ദേശീയപാതയുടെ ഇങ്ങോട്ട് പോകുന്ന ഭാഗവും അങ്ങോട്ട് പോകുന്ന ഭാഗവും 2 ലൈൻ വീതമുള്ള ദേശീയപാതയുടെ 2 ഭാഗങ്ങൾ ബൽഗാവിലേക്കും അതുപോലെ തന്നെ തിരിച്ചും
പോകുന്ന വഴിയാണ് ഇത്. അപ്പോൾ ഈ ദേശീയപാതയുടെ ഇങ്ങോട്ടേക്ക് വന്നു ചേരുന്ന റോഡ്, അതോടൊപ്പം തന്നെ ഡിവൈഡർ, അതൊക്കെ ഈ ഭാഗത്തായാണ് വരുന്നത്. ഇവിടെയാണ് കൃത്യമായി ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന കടയടക്കം ഇടിഞ്ഞ് നദിയിലേക്ക് പതിക്കുകയും ചെയ്തത്, മൃതദേഹങ്ങൾ നദിയിലേക്ക് ഒഴുകിയിറങ്ങുന്നതുമൊക്കെ കണ്ട പ്രദേശം. അതായത് ഈ റോഡ് ക്ലിയറിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മന്ത്രി പറഞ്ഞ 98% എന്നുള്ളത് നമ്മൾ ന്യായമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭാഗത്താണ്. അതായത് വഴിയിൽ വീണ് കിടന്ന മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട്. 98% എന്നുള്ള കണക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം റോഡിൽ ഇവിടെയൊക്കെയുള്ള മണ്ണ് നീക്കിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വഴിയാണ്. മണ്ണിടിഞ്ഞു വീണ അർജുൻ്റെ വാഹനം നിർത്തിവെച്ചിരുന്ന ഭാഗം എവിടെയാണ് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്തായി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, ആകാശ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഈ JCB നിർത്തിയിട്ടിരിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നു. ഈ JCB നിർത്തിയിട്ട ഭാഗം എന്ന് പറയുന്നത് ഈ മലയോട് ചേർന്നുള്ള ഭാഗമല്ല, ഇത് നദിയോട് ചേർന്നുള്ള വഴിയിലെ ഭാഗമാണ്. വഴിയിൽ കിടക്കുന്ന മണ്ണാണ് അവിടെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നദിയുടെ ഈ ഭാഗത്തേക്ക് നമ്മൾ കൃത്യമായി വരുമ്പോൾ ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഭാഗം, അതാണ് നേരത്തെ സൂചനകൾ വന്നത്. അതായത് നേവിയുടെ സംഘമടക്കം തെരച്ചിൽ നടത്തുന്ന സ്കൂബ സംഘം ഇനി നാളെയും തെരച്ചിൽ നടത്താൻ പോകുന്നത് ഈ മൺകൂനയ്ക്ക് ചുറ്റുമുള്ള ഭാഗത്താണ്. അതായത് ഇവിടെ ഒരു വാഹനം ഈ മണ്ണിനടിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അതിനിപ്പുറത്തും ഒരു ചെറിയ മൺകൂനയുണ്ട്. മാത്രമല്ല, അതിനിപ്പുറത്തും കുറച്ച് മണ്ണും കല്ലുമൊക്കെ പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഭാഗത്തായി എന്തോ ഒരു വസ്തു ആ നദിയുടെ അടിത്തട്ടിൽ പുതഞ്ഞു കിടക്കുകയും അതിനു മുകളിൽ ഈ മലയിൽ നിന്ന് ഇടിഞ്ഞു വന്ന മണ്ണ് വീണ് ഒരു നിക്ഷേപമായി മാറിയിട്ടുമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സാധ്യതകളും, അർജുനായുള്ള തെരച്ചിലിൽ എല്ലാ സാധ്യതകളും ദൃക്സാക്ഷികളിൽ നിന്നും ഒപ്പം അവിടെ എത്തിയ പ്രദേശവാസികളിൽ നിന്നുമൊക്കെ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള സാധ്യതകളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ മൺകൂനയ്ക്ക് അടിയിൽ ഇവിടെ കല്ലുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കടപുഴകിയ മരങ്ങളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു പക്ഷേ ആ ഒഴുകിപ്പോയ ബുള്ളറ്റിൻ്റെ ഭാഗമായുള്ള വണ്ടിയുടെ ബാക്കി ഭാഗമുണ്ടാകാം, അല്ലെങ്കിൽ അർജുൻ്റെ വണ്ടിയുടെ ബാക്കി ഭാഗമുണ്ടാകാം. പക്ഷേ രഞ്ജിത്ത് ഇസ്രയേൽ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അർജുൻ്റെ വാഹനം ഇതിനടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ആദ്യത്തെ സാധ്യതയ്ക്കാണ് അവർ ആക്കം കൊടുക്കുന്നത്. അതായത് ഒഴുകിപ്പോയ ബുള്ളറ്റിൻ്റെ ബാക്കി ഭാഗം ഇവിടെ കിടക്കുകയും അതിന് മുകളിൽ മണ്ണ് അടിഞ്ഞതും ആകാം എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഒരുപാട് മരങ്ങളും അതുപോലെ വലിയ പാറക്കല്ലുകളും ഒക്കെ ഈ നദിയിലേക്ക് പതിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി കിടക്കുന്നതുമാകാം. അത് നാളെ നടക്കുന്ന പരിശോധനയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. സ്കൂബ സംഘമടക്കം വരുന്നുമുണ്ട്. ഇനി ഈ ദൃശ്യത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇതിപ്പോൾ നദിയുടെ മധ്യഭാഗത്താണ് ഈ മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഇതിൻ്റെ മറുകരയിലുള്ള ഭാഗവും, അതായത് ഈ മൺതിട്ട മധ്യഭാഗത്താണ്, അതിൻ്റെ മറുകരയിലേക്കും ഈ വെള്ളം കുത്തിയൊലിച്ച് കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്ന ലക്ഷ്മണൻ്റെ ചായക്കട അടങ്ങുന്ന ഭാഗം, ഇത് വിദൂര ദൃശ്യമാണ്, ഏറ്റവും വിദൂരമായ ദൃശ്യം. നമുക്ക് കുറച്ചുകൂടി കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇതിൽ ദേശീയപാത കടന്നു പോകുന്നത് എങ്ങനെയാണ് എന്നതുകൂടി പറയാം. അപ്പോൾ ഈ ദേശീയപാതയുടെ റീച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയപാത ഉണ്ടായിരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി കൃത്യമായി നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇത് ഒരു മലയുടെ ചെരുവാണ്. ഈ മലയുടെ ചെരുവ് വരെയുള്ള ഈ ഭാഗം ഇടിഞ്ഞു വീണിട്ടില്ല. ഇതുപോലെ തന്നെയുള്ള ഒരു മലയാണ് ഈ ഭാഗത്തും ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെ കൂടിയാണ് ഈ ദേശീയപാത പോയിരുന്നത്. ദേശീയപാതയുടെ മറ്റേ എൻഡ്, അതായത് 500 മീറ്ററോളം ദൈർഘ്യത്തിൽ ഈ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ ഈ വെളുത്ത വര കാണുന്ന ഭാഗം പ്രേക്ഷകർക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വെളുത്ത വര എന്ന് പറയുന്നത് ദേശീയപാതയാണ്. ആ ദേശീയപാത കടന്നു പോകുന്നത് ഇതുപോലെ ഈ മണ്ണിടിഞ്ഞ മേഖലയിലൂടെയാണ്. അത് കടന്നുപോയി അത് അവസാനിക്കുന്നത് ഈ ഭാഗത്താണ്, നേരെയല്ല. അതിങ്ങനെ വളഞ്ഞ ഒരു അകത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗത്തു കൂടി പോയാണ് ഈ പാത ഇങ്ങനെ പോകുന്നത്. അതായത് ഈ മരങ്ങൾ നിൽക്കുന്ന ലക്ഷ്മണൻ്റെ ചായക്കട എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഈ ചായക്കടയ്ക്ക് നേരെ എതിർവശത്താണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ, ഒപ്പം അർജുനോട് സംസാരിച്ച സുഹൃത്ത് സമീർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ചായക്കടയുടെ നേരെ എതിർവശം എന്ന് പറയുന്നത് ഈ JCBകൾ കിടക്കുന്ന ഭാഗമാണ്. രഞ്ജിത്ത് ഇസ്രയേൽ സൂചിപ്പിച്ചതും ഈ ഭാഗത്താണ് ഇനി തെരച്ചിൽ നടക്കേണ്ടത് എന്നാണ്. അതായത് മല ഇടിഞ്ഞു വീണിട്ടുള്ള ഭാഗം, അവിടുത്തെ മണ്ണുനീക്കം എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അവിടെ മാത്രമല്ല, നോക്കൂ, ഇവിടെയും ഇടയ്ക്ക് മാത്രമാണ് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇനി തെരച്ചിൽ നടക്കേണ്ടത്. ഇവിടെ മണ്ണ് നീക്കി പൂർണ്ണമായും തെരച്ചിൽ നടത്തിയാൽ മാത്രമേ മണ്ണിനടിയിൽ അർജുൻ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ സമാന്തരമായി നദിയുടെ നടുവിലുള്ള മൺകൂനയിലും ഒപ്പം നദിക്ക് അരികിലുള്ള മറുഭാഗത്തെ മൺകൂനയിലും നമ്മൾ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്.
അതായത് നമ്മൾ ഇതിൻ്റെ വിദൂര ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്രയും മണ്ണ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഇതിൻ്റെ അവസാന സീനിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ വഴിയിലാണ് ഈ JCBകൾ നിൽക്കുന്നത്. ഈ JCB ഉള്ളിലേക്ക് വരികയും ഇവിടെയൊക്കെ കൃത്യമായി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നദിയോട് ചേർന്നുള്ള ഭാഗത്തെ പാതയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരേണ്ടത് അനിവാര്യമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ നദിയിൽ ഈ ഭാഗത്തും തെരച്ചിൽ നടക്കണം. അതായത് അവിടെ മൺകൂന നിക്ഷേപം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഈ മതിലിനോട് അല്ലെങ്കിൽ മല മുറിച്ച് ഈ റോഡുണ്ടാക്കിയ ഭാഗത്തും കൃത്യമായ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ എവിടെയാണ് അർജുൻ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അതിനായുള്ള തെരച്ചിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടക്കണം. കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്നാൽ ഈ റഡാർ സംവിധാനത്തിലെ ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 20 മീറ്റർ താഴ്ചയിൽ വരെ, അതായത് ഈ മല ഇടിഞ്ഞു വീണ ഈ ഭാഗത്ത് 20 മീറ്റർ താഴ്ചയിൽ വരെ പരിശോധിക്കാൻ കഴിയും. അങ്ങനെ എക്സാക്ട് സ്പോട്ട് കണ്ടെത്തുകയാണെങ്കിൽ നാളെ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായി അവിടെ ആ ട്രക്ക് ഉണ്ടെങ്കിൽ, ആ വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ സ്കൂബ സംഘത്തിന് നദിയുടെ മധ്യഭാഗത്ത് കൃത്യമായ തെരച്ചിൽ, ഇപ്പോൾ സോണാർ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായ തെരച്ചിലിലൂടെ ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതേയുള്ളൂ. പക്ഷേ 6 ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം. സ്മൃതി, തീർച്ചയായും വളരെ വിശദമായി തന്നെ സുജയ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് സുജയ പ്രേക്ഷകർക്ക് നൽകിയത്. അതൊരു കംപ്ലീറ്റ് പിക്ചർ പ്രേക്ഷകർക്ക് ലഭ്യമായിട്ടുണ്ടാവും എന്ന് നാളെ 7ാം ദിവസമാണ്. 7ാം ദിവസം രാവിലെ തന്നെ തെരച്ചിൽ തുടങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഏതായാലും സൈന്യം നാളെ മുഴുവൻ സംവിധാനങ്ങളുമായി എത്തുമെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. കരയിലെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ചു എന്ന് റവന്യൂ മന്ത്രി പറയുമ്പോഴും അങ്ങനെയല്ല, കരയിൽ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമ്മോടൊപ്പം ഇപ്പോൾ രഞ്ജിത്ത് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. സൈന്യവും അക്കാര്യത്തിൽ ഇവർക്കൊപ്പം തന്നെയാണ്. അതെ. അപ്പോൾ ഏതായാലും നാളെ തിരച്ചിൽ തുടരും. എല്ലാ രാത്രിയും നമ്മൾ അവസാനിപ്പിക്കുന്നത് ശുഭപ്രതീക്ഷയോടുകൂടിയാണ്. ഈ രാത്രിയും നമ്മളെല്ലാവരും ഉറങ്ങാൻ പോകുന്നത് അർജുൻ നാളെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷയിലാണ് രഞ്ജിത്തും സംഘവും അവിടെ നാളെ തിരച്ചിലിന് ഇറങ്ങുക. അപ്പോൾ പൂർണ്ണമായ വിവരങ്ങൾ എല്ലാ സമയവും റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കും. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ സമാപിക്കുന്നു. അതെ, നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.